അതിൻ്റെ 10ഉം 11ഉം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. നിങ്ങൾ വചനങ്ങൾ എഴുതി വെച്ചിരുന്നാൽ ആ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായിരിക്കും. 8-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് തിരിക്കാം. ആമേൻ. 8-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങൾ. 1 രാജ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ ആലോചനയാണ് ഇവിടെ നമ്മൾ കേട്ടത്. ഒന്ന്, പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നു. സ്തോത്രം. ഇവിടെ നമ്മൾ തുടങ്ങിയത് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. സ്തോത്രം. ഒറ്റ സബ്ജക്റ്റാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിന് വിരാമം കുറിക്കണം. ഏകദേശം ഒത്തിരി വാക്യങ്ങൾ നിങ്ങൾക്ക് തരുവാനുണ്ട്. വളരെ വേഗത്തിൽ മുമ്പിലോട്ട് ദൂതുകൾ പറഞ്ഞു പോകാനുണ്ട്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. എവിടേക്ക്? സമാഗമന കൂടാരത്തിലേക്ക്. മോശയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന 30 ലക്ഷം ജനം, 1-2 അല്ല, 30 ലക്ഷം ജനം നിൽക്കുമ്പോൾ സമാഗമന കൂടാരത്തിൽ നിന്ന് 2000 അടി അകലെ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവർ വലിയ ഒരു പാളയം അടിച്ച് അവിടെ അവർ പാർത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവർക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, ആ കൂടാരത്തിനകത്ത് നിൽക്കുന്ന കെരൂബുകളുടെ ചിറകുകൾ, അഥവാ കെരൂബുകൾ ദൈവത്തെ ആരാധിക്കുന്ന ശബ്ദം, അഥവാ കെരൂബുകളുടെ ആരവത്തിന്റെ മുഴക്കം 2000 അടി ദൂരെ നിൽക്കുന്ന അഥവാ പാളയത്തിൽ കിടക്കുന്ന ജനം അവർ കേൾക്കുകയാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവിക ആലോചനയ്ക്ക് കടന്നു വരപ്പെടുമ്പോൾ ഇവിടെ വായിച്ചത് യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് ഈ 2025 നാം പാർക്കുന്ന ഭവനത്തിനകത്ത് നിറയേണ്ടത് സ്വർണമോ വെള്ളിയോ പൊന്നോ മറ്റ് ഇതര സംഭവങ്ങളല്ല നിറയേണ്ടത് ദൈവത്തിന്റെ തേജസ് ഈ ദിവസങ്ങളിൽ നാം പാർക്കുന്ന കൂടാരത്തിൽ നിറയണം. പ്രൈസ് ദി ലോർഡ്. നിറവ് ഭവിക്കേണ്ടത് കൂടാരത്തിനകത്താ. അകത്ത് നിറവ് പ്രൈസ് ദി ലോർഡ് നിറയുമ്പോൾ ശത്രു പുറത്ത് ചാടും. ഇന്ന് പകൽ ഹല്ലേലൂയ അകത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ശത്രു പുറത്തേക്ക് വരും. നമുക്ക് ആ ഭാഗം തന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പദം ഹല്ലേലൂയ. നോക്കിക്കേ, 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ ശലോമോൻ താൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നോക്കിക്കേ, ശലോമോൻ അവിടെ ദൈവത്തിന്റെ മുൻപിൽ വളരെ ജാഗ്രതയോടെ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ എങ്ങനെ ആയിരിക്കണം? ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മൾ റോഡെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൽ പോകുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വലതു ഭാഗത്തോ ഇടതു ഭാഗത്തോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമുണ്ട്, ജാഗ്രത. എന്നിട്ട് അതിൻ്റെ ഭാഗത്ത് 2 അസ്ഥിയുടെ കഷ്ണം വച്ചിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് അപായം എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് ജാഗ്രത, രണ്ടാമത് അപായം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വരുന്ന വ്യക്തിയെ തിരിച്ചറിയത്തില്ല ഈ ഇരിക്കുന്ന ട്രാൻസ്ഫോമറിന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ കൂടാരത്തിനകത്തിരിക്കുന്ന ജനത്തിന്റെ നടുവിൽ പെയ്തിറങ്ങുന്ന ഒരു ആത്മാ സാന്നിധ്യത്തെ ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടാരത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ? എങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് ചില കൂടാരങ്ങൾ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് ദേശങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ആത്മഹത്യക്കും ഹല്ലേലൂയ മറ്റിതര സംഭവത്തിലും ഇരിക്കുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടാരങ്ങളിൽ നിറഞ്ഞിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതോട് ചേർന്ന് തന്നെ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 40 വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പുറപ്പാട് പുസ്തകം 40 വളരെ ശക്തമായി മോശ പറയുന്ന അവസാനത്തെ അധ്യായത്തിൽ വരുമ്പോൾ 34 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ആമേൻ, സ്തോത്രം. എവിടെയാണ് ഈ മേഘം ഇറങ്ങി നിൽക്കുന്നത്?
ഈ മേഘവും തേജസ്സും എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം 40-34 മുതലുള്ള വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വായിച്ചാട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ്സ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ്സ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കിടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയർന്നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേലിന്റെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുക പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. കണ്ടോ, വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നത് ചില പുറപ്പെടലുകൾ. ഇസ്രായേലിന് പുറപ്പെടലുകൾ വേണമെങ്കിൽ മേഘം ഉയരണം. പ്രൈസ് ദി ലോർഡ്. ഈ മേഘത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് പകൽ സമയത്ത് എന്താണെന്നറിയാമോ? ഒരു വലിയ ഒരു സ്തംഭമായിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു കൂളിംഗ് അല്ലെങ്കിൽ ഒരു ആമേശ്വരം മഞ്ഞ് പോലെ പകൽ സമയത്ത് ഇവരെ നടത്തും ഈ മേഘം. രാത്രി സമയത്ത് ഈ മേഘത്തിന്റെ സ്വഭാവം മാറും. ഇത് നേരെ അഗ്നിയാകും. നോക്കിക്കേ, ഒറ്റ പകലുകൊണ്ട് ഇത് മഞ്ഞും, ഒറ്റ രാത്രി കൊണ്ട് ഇത് അഗ്നിയും. എൻ്റെ കർത്താവിന് ഇന്ന് പകലിൽ ചില കുടുംബത്തിൽ നടക്കുന്ന സ്തോത്രം മീറ്റിങ്ങുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റാൻ വകയുണ്ടോ? ഇന്ന് പകലിൽ ദൈവം പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് ചൂടായ അനുഭവത്തെ പകൽ സമയം തണുപ്പിക്കുവാൻ എൻ്റെ കർത്താവ് ഒരു മേഘസ്തംഭത്തെ തൻ്റെ ജനത്തിന് കൽപ്പിച്ചാക്കിയിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയുന്നത് മേഘം സമാഗമന കൂടാരത്തിന്റെ മേൽ അധിവസിക്കുകയും. എങ്ങനെ? ഹല്ലേലൂയ. ദൈവം കൊടുത്ത ഒരു മേഘം. അതാ പറഞ്ഞത്, വിശുദ്ധന്മാർ ഓടിക്കയറിയത് എവിടെയെന്നറിയാമോ? ഈ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ഗോപുരത്തിനകത്തേക്ക് ഓടിക്കയറിയപ്പോൾ അവർക്ക് പറയാൻ കഴിയും, ഇനി എന്നെ ആർക്കും പിടിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. മരണത്തിനോ, ആമേൻ, രോഗത്തിനോ, ആമേൻ, ഹല്ലേലൂയ, ശാപത്തിനോ ഒരു കെണികൾക്കും എന്നെ പിടിക്കാൻ കഴിയത്തില്ല. ഞാൻ ഇരിക്കുന്നത് മേഘത്തിനകത്താ. ഇന്ന് പകൽ മേഘത്തിനകത്തായിരിക്കുന്ന വിശുദ്ധന്മാരെ നോക്കി സ്വർഗം ഇന്ന് പകൽക്കാല ദൂത് കൈമാറുന്നു. നീ ആയിരിക്കുന്ന പട്ടണത്തിൽ ദൈവത്തിന്റെ മേഘമെന്ന സാന്നിധ്യം അധിവസിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും, എൻ്റെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ലേ അല്ല. സ്തോത്രം. ഹല്ലേലൂയ. നോക്കി അടുത്ത് പറയുന്നത്, യഹോവയുടെ തേജസ്സ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ഹല്ലേലൂയ ചെയ്തത് കൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. കണ്ടോ, മോശയ്ക്ക് പോലും അകത്ത് കടക്കാൻ കഴിയാതെ ആ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കുന്ന അവിടെ എന്തുണ്ടെന്നറിയാമോ? പെട്ടകമുണ്ട്. ഹല്ലേലൂയ. അവിടെ പെട്ടകമുണ്ട്. ഈ പെട്ടകത്തിൽ എത്ര കാര്യമുണ്ടെന്നറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആമേൻ. ഈ പെട്ടകത്തിൽ എത്ര കാര്യമുണ്ട് തെളിയിക്കണ്ടേ? ഈ പെട്ടകത്തിൽ 4 കാര്യമുണ്ട്. അത് തെളിയിക്കണമെങ്കിൽ എബ്രായ ലേഖനത്തിലേക്ക് വരണം. 9-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നു, ഇതിനകത്ത് പൊൻപാത്രമുണ്ട്. 2, ആമേൻ, മന്നയിട്ടു വച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും ഈ പെട്ടകത്തിനകത്തിരിപ്പുണ്ട്. ആമേൻ. സ്തോത്രം. ഈ പെട്ടകം ആ സമാഗമന കൂടാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ വിശുദ്ധന്മാർക്ക് ആരാധന വേണ്ടുവണ്ണം നടത്താൻ കഴിയാതെ അവർ ആമേൻ അതിനകത്തുനിന്ന് പുറത്ത് നിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഈ പകൽക്കാലം ദൈവം പറയുന്നു, എത്രയോ ആരാധനകൾ നമ്മുടെ ഭവനത്തിൽ കയറിയിറങ്ങി, എത്രയോ ആരാധനകൾ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ കടന്നു വന്നു, എത്രയോ ആരാധനകൾ ആമേൻ നമ്മൾ പങ്കെടുത്തിരിക്കുന്നു, എത്രയോ ആരാധനകൾക്ക് നാം ഓടി ഓടി എത്തി, നമ്മൾ അവിടെ എല്ലാം ഭാഗത്തായി തീർന്നു. പക്ഷെ ഒരു കാര്യം ചോദിക്കുന്നു, നിനക്ക് ഇന്നും ആത്മാവിൽ നിറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, ഹല്ലേലൂയ, മോശയ്ക്കകത്ത് കിടക്കാൻ കഴിയാതെ. ഹല്ലേലൂയ. കാരണം പെട്ടകത്തിരിക്കുക. പെട്ടകം അകത്തിരിപ്പുണ്ട്. മാനുഷ്യമായ വ്യക്തിക്ക് അകത്ത് കടക്കാൻ കഴിയത്തില്ല. ആത്മാവിന്റെ
പവർ ഇന്ന് പകൽക്കാലം പ്രാപിച്ചെടുക്കുമെങ്കിൽ അകത്ത് കടക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എത്രയോ പേർക്ക് കഴിഞ്ഞിട്ടില്ല അകത്ത് കടക്കാൻ. എന്നാൽ ഇന്ന് പകൽക്കാലം അടുത്ത 36-ാമത്തെ വാക്യം പറയുന്നു, ഇസ്രായേൽ മക്കൾ ഞങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്റെ മേൽ നിന്ന്, ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ, ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. ചിലതൊക്കെ എന്ത് ചെയ്യണമോ? ഒന്ന് ഉയരണം. ഇന്നും കാർമേഘ പടലങ്ങൾ, ആമേൻ, ചിലതൊക്കെ മൂടിക്കിടപ്പുണ്ട്. ഇത് പൊങ്ങിയെങ്കിൽ മാത്രമേ ഒരു പുറപ്പെടലുള്ളൂ ജനത്തിന്. ഈ മേഘമെന്ന് പറഞ്ഞാൽ ഇതെപ്പോഴാ പൊങ്ങുന്നെന്ന് അവർക്കറിയത്തില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. മോശയ്ക്ക് പറയാൻ കഴിയും, ഇത് ഇന്ന് പകൽക്കാലം അത് പൊങ്ങുമ്പോൾ നമുക്ക് മുകളിലോട്ട് അല്ലെങ്കിൽ ദൂരോട്ട് ഒരു ദീർഘദൂരമായ യാത്രയുണ്ട്. അങ്ങനെയെങ്കിൽ നോക്ക്, ഇതിനകത്ത് ദൈവം പറയുന്നു, ഒരു ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി ചിലരെ തമ്പുരാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. എന്റെ തലമുറയ്ക്ക്, ഇതിന്റെ കുടുംബത്തിനകത്ത് ഒരു ദീർഘദൂര യാത്ര 2025 തമ്പുരാൻ കൽപ്പിച്ചിട്ടുണ്ട്. മേഘം പൊങ്ങണം. അതുവരെ നീ മേഘത്തിന്റെ കീഴിലിരിക്കണം. മേഘത്തിന്റെ കീഴിലിരുന്നു കഴിഞ്ഞാൽ, ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അടുത്ത 39-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഇങ്ങനെയാണ്, ഇസ്രായേലിനുടെ സകല പ്രയാണങ്ങളിലും, ആമേൻ, അവരെല്ലാവരും കാണുക പകൽ സമയത്ത് തിരുനിവാസത്തിന്റെ മേൽ യഹോവയുടെ മേഘം, രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? അഗ്നി ഉണ്ടായിരുന്നു. ഏതിലാ? ആമേൻ, ദൈവം കൊടുത്ത മേഘത്തിനകത്ത് രാത്രി അഗ്നിയാണ്. അതല്ലേ സാത്താൻ യഹോവയോട് പറഞ്ഞത്, നിന്റെ ദാസനായ ഇയ്യോബിന് ചുറ്റും നീ മതിൽ കെട്ടിയിരിക്കുകയല്ലേ, എന്നെ നീ മനഃപൂർവ്വം പറ്റിക്കുകയല്ലേ എന്ന് യഹോവയുടെ ദൈവത്തിനോട് സാത്താൻ ചോദിച്ചു. കാര്യം, തൻ്റെ ജനത്തെ മേഘത്തിന്റെ മറവിൽ മറച്ച് മറുകര കടത്താൻ എൻ്റെ ദൈവം സർവശക്തനെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാം, ഈ മേഘത്തിന്റെ കീഴിലിരിക്കുന്ന ദൈവജനമേ, നിങ്ങളെ നോക്കി ദൈവത്തിന് പറയാനുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ നടക്കുന്നത് മേഘത്തിന്റെ കീഴിലായിരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന മേഘത്തിന്റെ കീഴിലായിരിക്കട്ടെ. നിങ്ങളുടെ പാർപ്പിടം മേഘത്തിന്റെ കീഴിലായിരിക്കട്ടെ. നിങ്ങളുടെ ഉപജീവനം മേഘത്തിന്റെ കീഴിലായിരിക്കട്ടെ. നിങ്ങളുടെ ആരാധനകൾ മേഘത്തിന്റെ കീഴിലായിരിക്കട്ടെ. നിങ്ങളുടെ സമർപ്പണങ്ങൾ മേഘത്തിന്റെ കീഴിലായിരിക്കട്ടെ. നിങ്ങളുടെ സംസാരങ്ങൾ മേഘത്തിന്റെ കീഴിലായിരിക്കട്ടെ. അങ്ങനെ ആകുമ്പോഴാണ് ഒരു പുറപ്പെടൽ. മേഘം പൊങ്ങുന്നു. അടുത്തു മേഘം താഴുന്നത് എവിടെയെന്നറിയാമോ? രാത്രിയിലാണ്. ആ മേഘത്തിനകത്ത് എന്തുണ്ട്? തീയുണ്ട്. ഹല്ലേലൂയ. അവൻ തീ കൊണ്ട് മറുപടി പറയുന്ന ഒരു സ്വർഗമാണ് നമ്മുടെ കർത്താവ്. വായിക്കാം, 2 ദിനവൃത്താന്തങ്ങളിലേക്ക് വരുമ്പോൾ ഈ മേഘം എന്താണെന്ന് കുറച്ചുകൂടെ വെളിപ്പെടുത്തുകയാണ്. 5-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആമേൻ. 13-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചാട്ടെ. പുരോഹിതന്മാരോടുകൂടെ നിന്ന് കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ്സ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. കാരണം ഇതൊരു പെട്ടകത്തിനകത്ത് ദാവീദ് കൊണ്ടുവരികയാ. ദാവീദ് പണിതിരിക്കുന്ന ഒരു പുരോഹിത ആലയത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി ദാവീദിൽ കൂടെ, ആമേൻ, ആരാധന ആലയങ്ങളിലേക്ക് കാഹളത്തോടും സംഗീതക്കാരും ഒരുമിച്ച് കാഹളനാദത്തോടും, പ്രൈസ് നോയിക്കേ, കൈത്താളത്തോടും കൂടി വാർത്തനാളത്തോടും കൂടി എന്ത് ചെയ്തു? അവൻ നല്ലവനല്ലോ എന്ന് പറഞ്ഞാൽ ഈ ദൈവം നല്ലവനെന്ന് അറിയണമെങ്കിൽ അതിന്റെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യം പറയുമ്പോൾ 2-ാമത്തെ വാക്യം പറയുന്നു, ശലോമോൻ യഹോവയുടെ നിയമപ്പെട്ടകം സീൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്ന് അവനെ കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ മൂപ്പന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും ഭവനക്കാരായ ഈ ജനം ഇങ്ങനെ വരുമ്പോൾ തന്നെ പിതാക്കന്മാരുണ്ട്, മൂപ്പന്മാരുണ്ട്, പിതൃഭവനക്കാരുണ്ട്, അല്ലെങ്കിൽ സംഗീതക്കാരുണ്ട്. ഇവരെല്ലാം വരുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി. കാരണം ഇസ്രായേലില് പുരുഷന്മാരെല്ലാവരും, ആമേൻ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, 7 മാസത്തിലെ ഉത്സവത്തിൽ രാജാവിന്റെ അടുക്കൽ വന്നുകൂടി.
ആമേൻ. അവിടെ ഒരു ഉത്സവവും ആർപ്പും നടക്കുകയാ. നമ്മുടെ കൂട്ടായ്മകളിൽ ഉത്സവങ്ങൾ വരട്ടെ, ആരാധനകൾ വെളിപ്പെടട്ടെ. ആരാധനകൾ ആലയത്തിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിലെ പ്രഭാത ആരാധനകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രിയാമങ്ങളിലെ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനകൾ ആമേൻ പ്രൈസ് ദി ലോർഡ് നിന്നിരിക്കുന്നു. കാരണം പിതാക്കന്മാർ പറയുന്നതും വചനം നമ്മെ പഠിപ്പിക്കുന്നതും 24 പോലെ ഒരിക്കലും 25 കയറാൻ കഴിയത്തില്ലെന്ന് 24 ആലോചനകൾ പറഞ്ഞെങ്കിൽ 25 ഇതാ പതിയിരുന്നിരുന്ന കഴിഞ്ഞ 5 വർഷവും പാത്തിരുന്ന സ്തോത്രം വൈറസ് അതിന്റെ തനി നിറത്തോടുകൂടി 5ാമത്തെ 25ന്റെ പ്രാരംഭ ദിവസത്തിൽ ലോകമൊട്ടാകെ ന്യൂ ഇയർ ആഘോഷിച്ചപ്പോൾ ഇതതിന്റെ തനിമയോടെ പുറത്തു വന്നു. ഹല്ലേലൂയ. സംവിധാനങ്ങൾ മാറി എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാരെ ഞെട്ടിപ്പോകത്തക്ക തലത്തിൽ മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്തെ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യനെ എങ്ങനെ മുൻപിലോട്ട് കൊണ്ടുപോകണമെന്ന് ഇന്ന് ആധുനിക സംവിധാനങ്ങൾ വരെ അതിനെ പഠിച്ചുകൊണ്ടിരുന്നിട്ടും അവർക്ക് തന്നെ പറ്റാത്ത തലത്തിലേക്ക് മനുഷ്യന്റെ മേൽ അമിതമായ ബുദ്ധികൾ ദൈവം പകർന്നു കൊടുക്കുകയാ. സംശയമുണ്ടോ? സംശയിക്കേണ്ട. കുളിക്കാത്ത മനുഷ്യനെ കുളിപ്പിക്കാൻ വാഷിംഗ് മെഷീൻ വന്നു എന്ന് പറഞ്ഞ എത്ര പേര് സ്വതന്ത്രം പറയാൻ പറ്റും? നിങ്ങൾ ആരെയും കുളിപ്പിക്കണ്ട, അതിനകത്ത് കയറി കിടന്നാൽ മതി, അത് കുളിപ്പിച്ചോളും. സ്വതന്ത്രം. കാരണം 2025 ചൈന കണ്ടുപിടിച്ച സംഭവമാണ്. കുളിപ്പിക്കാനുള്ള മെഷീൻ. നമ്മുടെ ഷർട്ടും വെള്ളയ്ക്ക് പ്രത്യേകം മോഡും കോട്ടന് പ്രത്യേകം മോഡും സ്വതന്ത്രം നൈലോണിന് പ്രത്യേകം മോഡും സിൽക്കിന് പ്രത്യേക മോഡും എന്ന് പറഞ്ഞ് നമ്മുടെ വാഷിംഗ് മെഷീനിൽ മുകളിൽ വരുന്ന ബട്ടൺ ഉണ്ടല്ലോ. സ്തോത്രം. അതുപോലെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് കൂടുതൽ സോപ്പിടണമെന്ന് പറഞ്ഞ് ഞെക്കിയാൽ മതി. അത് കുളിപ്പിച്ച് ഉണക്കി തലതോത്തി വസ്ത്രം ഇടിച്ച് പുറത്തു കൊണ്ടുവരുന്ന മെഷീൻ വന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് സ്തോത്രം ശരിയാണെന്ന് പറയാൻ കഴിയും? ഹല്ലേലൂയ. വന്നു ദൈവവൈതലേ. ബോംബെയിൽ വരെ വിഷയം വന്നു കഴിഞ്ഞു. എന്തെന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞ 24 പോലെ അല്ല 25. നിനക്ക് വേണ്ടി പലതും മനുഷ്യൻ മാറ്റി വയ്ക്കുമ്പോൾ പലരും പറയുന്നത് ചെവി കൊണ്ട് കേട്ട വ്യക്തിയാ ഞാൻ. നീ വയസ്സായി കഴിഞ്ഞാൽ നിന്നെ ആര് കുളിപ്പിക്കും? നീ വയസ്സായി കഴിഞ്ഞ് നിന്റെ ഡ്രസ്സ് ആര് മാറ്റും? ഹല്ലേലൂയ. നീ മലമൂത്ര വിസർജനം ഡ്രസ്സിൽ കൂടെ നടത്തുമ്പോൾ അത് ആരെടുത്ത് മാറ്റി കഴുകും? പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ കട്ടിലിൽ കിടക്കും പോലെ കിടക്കുമ്പോൾ നിങ്ങളെ കുളിപ്പിച്ച് അതേ സമയത്ത് തന്നെ നിങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രവും അലക്കി തേച്ചു വരുന്ന മെഷീൻ വന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയും? ദൈവവൈതലേ, ഇന്ന് പകൽക്കാലം മേഘത്തിന് കീഴിലിരുന്ന് പ്രാർത്ഥിക്കുന്ന നിന്നെയും എന്നെയും കരുതുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആരും എന്നെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകണ്ട. ഈ മേഘത്തിന്റെ കീഴിൽ 2 ഓപ്ഷൻ ഇല്ല, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. കൃപയോടുള്ള പ്രാർത്ഥന. ആമേൻ. കൃപയോടുള്ള പ്രാർത്ഥന. ആമേൻ. സ്തോത്രം. കോവിഡ് 2ാമതും പ്രത്യക്ഷമായെന്ന് പറഞ്ഞപ്പോൾ ലോകരാജ്യത്തിന്റെ ഏപ്പാടിപ്പോയി. ഒരു വൈറസിന്റെ മുമ്പിൽ ഏപ്പാടിയെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ മുമ്പിൽ പോലും ഭയമില്ലാതെ ജനം വിരളി പിടിച്ച് ഓടുമ്പോൾ, കണ്ടുപിടുത്തത്തിനായി ഓടുമ്പോൾ ഒരു കാര്യം വചനപ്രകാരം പറയാം. പലതും നാം അറിയാത്തത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ നല്ലവണ്ണം അറിയുന്ന ദൈവം പറയുന്നു, എന്റെ മുമ്പിൽ നീ ഇരിക്കുമെങ്കിൽ ഇതുവരെയും ആർക്കും വെളിപ്പെടുത്താത്ത ഒന്ന് നിന്നെ പത്മോസിന്റെ ദ്വീപിൽ വെച്ച് ഞാൻ നിനക്ക് മേഘത്തിൽ നിന്ന് സകലതും പറഞ്ഞു വെളിപ്പെടുത്തി തരുമെന്ന് ഒരു ദൈവം ശക്തമാക്കി ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ജനത്തോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. നിങ്ങളെ ആരും മൈൻഡ് ചെയ്തില്ലെങ്കിലും, നിങ്ങളെ വസ്ത്രം ആരും അലക്കാൻ എടുത്തിട്ടും അത് സ്മെല്ലെന്ന് പറഞ്ഞ് വലിച്ചെറിയുമ്പോഴും, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ ഭാരപ്പെടണ്ട. അതിനകത്ത് ദൈവപ്രവർത്തി കർത്താവിന്റെ വരവിന് മുൻപ് ഇതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ മിഷയിൽ ലക്ഷങ്ങളൊന്നും വിലയില്ല കേട്ടോ. ആദ്യം വാഷിംഗ് മെഷീൻ ഇറങ്ങിയപ്പോൾ 5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെ ആയിരുന്നു വാഷിംഗ് മെഷീൻ ആദ്യം ഇറങ്ങിയപ്പോൾ. ഇന്ന് ഏത് സാധാരണക്കാരന്റെ വീട്ടിലും 2-3 മെഷീൻ ഇരിപ്പുണ്ട്. എന്തെന്നറിയാമോ? ഇന്ന് സ്തോത്രം എല്ലായിടത്തും വിപണിയിലായി. അതുപോലെ കുളിപ്പിക്കുന്ന മെഷീൻ ഇറങ്ങിയിട്ട് വലിയ ലക്ഷങ്ങളൊന്നും വിലയൊന്നുമില്ല. ഇന്ന് എല്ലാവരുടെ കയ്യിലും പൈസയുണ്ട്, ഇല്ലേ? ഇപ്പൊ 5 ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം അറിയും.
പ്രൈസ് ദി ലോർഡ്. ഇല്ലെന്ന് ആരും പറയരുത്. ഇതിനകത്തിരിക്കുന്ന നമ്മൾ ആരെന്നറിയാമോ? രാജാവിന്റെ മക്കളാണ്. രാജാവിന്റെ മക്കളാണെങ്കിൽ നമുക്ക് വേണ്ടി തുറക്കാൻ ദൈവം ശക്തനാണ്. അങ്ങനെയെങ്കിൽ ഇല്ല ഇല്ല എന്ന് പറയണ്ട, ഉണ്ട് ഉണ്ട് എന്ന് പറ. ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ ഈ 4ാമത്തെ ദിവസവും ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഞാനിങ്ങനെ പറയാറുണ്ട്, ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ. പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ചെവിയിൽക്കൂടെയും ബ്ലഡ്, മൂക്കിൽ കൂടെയും ബ്ലഡ്, എവിടെയൊക്കെ ശരീരത്തിൽ ദ്വാരങ്ങളുണ്ടോ അവിടെയെല്ലാം ബ്ലഡുകൾ കുമിച്ച് കുമിച്ച് ചാടും. എല്ലായിടത്തും പഞ്ഞികളും വച്ച് പേടുകളും വച്ച് ബന്ധിച്ച് കിടത്തിയിരിക്കുമ്പോഴും ഞാൻ പറയും, കർത്താവേ ഹല്ലേലൂയ, നീ ഞങ്ങളെ എത്രത്തോളം ശ്രേഷ്ഠമായി കരുതുന്നു. നിന്റെ കൃപകളെ ഓർത്ത് കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ എവിടെയെല്ലാം ദ്വാരങ്ങളുണ്ടോ അവിടെ നിന്നെല്ലാം ബ്ലഡ് കുമിഞ്ഞ് ചാടുക. ദൈവം ഇതിലെ ലിറ്റർ കണക്കിന് അടച്ചുകൊണ്ടിരിക്കുന്നു, ലിറ്റർ കണക്കിന് പുറത്ത് ചാടിക്കൊണ്ടിരിക്കുന്നു. എന്തിനേറെ, തേങ്ങാ പുണ്ണാക്ക് വെള്ളത്തിലിടുമ്പോൾ കുവന്നു പോകുന്നത് പോലെ അസ്ഥികളെല്ലാം പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. പണത്തിന് പണമുണ്ട്, സ്വത്തിന് സ്വത്തുണ്ട്, ആരോഗ്യവും ബലവും വാച്ചാതിരും വിദ്യാഭ്യാസവും ഉണ്ട്. ഒരു കാര്യം പറയട്ടെ, പക്ഷെ അവൻ മേഘത്തിന്റെ കീഴിലല്ല. സ്തോത്രം പറ. നീയും ഞാനും മേഘത്തിന്റെ കീഴിലാ. അതുകൊണ്ട് ആ തമ്പുരാൻ നമുക്ക് ഭാരം കൂടിയൊന്നും നമ്മെ തരാത്തത് നമ്മുടെ മിടുക്കൊണ്ടല്ല കേട്ടോ. മേഘത്തിന്റെ കീഴിൽ മാസത്തിൽ 1-2 ദിവസം ആഹാരവും വെള്ളവും മാറ്റിവെച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും മുഴക്കാലിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാ പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മെ മാനിക്കുന്നത്. ഇന്നലെ ഞാൻ ഒരാളുടെ ഇങ്ങനെ പറഞ്ഞു, ആമേൻ സ്തോത്രം, ഞാനിപ്പോൾ വീട്ടിലായിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു ദിവസം 2000-3000 രൂപ ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കൂട്ടി നോക്കി, ഒരു ദിവസം 3000 രൂപ വെച്ച് ഒരു 4 ദിവസമായപ്പോൾ 12000 രൂപയായി ചിലവ് പോയിട്ട് പെട്രോളിന് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കൂട്ടി നോക്കി, സ്തോത്രം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ദൈവദാസിയെ, എനിക്ക് ഇത്രയും രൂപ ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇരിക്കുന്നത് മേഘത്തിന്റെ കീഴിലാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മേഘത്തിന്റെ കീഴിൽ നിന്ന് ഇരുന്ന് നോക്ക്, എല്ലാം ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്. നീ മേഘത്തിന്റെ കീഴിൽ മുട്ടുമടക്കി നോക്ക്, എല്ലാം ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വൈദ്യശാസ്ത്രം വരെ പരാജയപ്പെടുത്തിയത് സ്തോത്രം, പരാജയപ്പെട്ടതിനെ മേഘത്തിന്റെ കീഴിലായിരിക്കുമ്പോൾ തന്നെ ദൈവം അതിനെ തുടച്ചു മാറ്റുമെന്നേ. ഹല്ലേലൂയ. പിന്നത്തെ ഞാൻ ഒറ്റ കാര്യം, ദൈവദാസനെ നീ നിങ്ങൾ ആ മനുഷ്യനോട് പറ, മേഘത്തിന്റെ കീഴിൽ വരാൻ പറ. ആമേൻ. അദ്ദേഹത്തിനെ വിടുവിച്ച് പുറത്തെടുക്കാൻ ദൈവത്തിന് കഴിയും. പറഞ്ഞു കൊടുക്ക്. ഹല്ലേലൂയ. പാസ്റ്ററെ, ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, പക്ഷെ ഈ ഒരേ കൂടെ പറയേ, ഉപവാസത്തിന്റെ 2ാം ദിവസം ഒന്നുകൂടെ പറയും, മേഘത്തിന്റെ കീഴിൽ വരാൻ. ഈ ബ്ലഡ് എല്ലാം ദൈവം നിർത്താൻ സർവശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഇഞ്ചക്ഷന്റെ വില എത്രയെന്ന് അറിയാമോ? 26,000 രൂപ. ഒരു ദിവസം 2 ഇഞ്ചക്ഷൻ, അത് വെച്ച് 3 വർഷം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 3 വർഷം നിങ്ങളൊന്ന് കൂട്ടി നോക്കി, കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ദിവസം സ്വത്രം 52,000 രൂപ വെച്ച് 3, 4, 5 വർഷത്തിൽ എടുക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് കൂട്ടി നോക്കിക്കേ, നമ്മളെ കൊണ്ട് താങ്ങുമോ? താങ്ങത്തില്ല. നമുക്ക് കഴിയാത്തതൊന്നും, നമുക്ക് വിഷമമുള്ള ഒന്നും ദൈവം നമ്മെ ഭരമേൽപ്പിക്കത്തില്ല. പ്രസ്തുത ഞാനും നിങ്ങളും ആയിരിക്കുന്നത് മേഘത്തിന്റെ കീഴിലാ. മേഘത്തിന്റെ കീഴിലായിരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇതിൽ അഗ്നിയുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. നമ്മൾ വായിച്ച ദിനവൃത്താന്ത പുസ്തകങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ 2 ദിനവൃത്താന്ത പുസ്തകം 7-ാമത്തെ അധ്യായം, അതിൻ്റെ പ്രൈസ് ദി ലോർഡ് 1-2 വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. 7-ന്റെ 1-2 വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. വായിക്കാം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ്സും യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം ഈ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് ആലയത്തിൽ കടക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. കാരണം നിറഞ്ഞു നിൽക്കുകയല്ലേ. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ഒരു ദൈവ സാന്നിധ്യം അത് നിറഞ്ഞു നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ശുശ്രൂഷ ദൈവാസമരനെ വെച്ച് പറഞ്ഞു, ദൈവാസനെ സ്തോത്രം, ഒരു വലിയ ദൈവ സാന്നിധ്യം അവരിവിടെ പ്രസംഗിച്ചപ്പോൾ അവരുടെ ഭവനത്തിനകത്തും അവരുടെ സഭകളിൽ വിടുതൽ വ്യാപരിച്ചെന്ന്. ഹല്ലേലൂയ. കാരണം ഇതിനകത്ത് പ്രാർത്ഥന വെളിപ്പെടുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളുണ്ടല്ലോ, അപ്പോഴും മറുപടി കിട്ടിയില്ലെന്ന് വിചാരിക്കണ്ട. അനുഭവങ്ങൾ വിളിച്ചു പറയും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിരിക്കുക. വായിക്കാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തൊരു വാക്യത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം, അതിൻ്റെ 5-6 വാക്യത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 20-ന്റെ 5-6 വാക്യത്തിലേക്ക് നമുക്ക് വരാം. എന്താ അവിടെ വായിച്ചത്? പ്രൈസ് ദി ലോർഡ്. 20-ന്റെ 5-6 വാക്യം.
സ്തോത്രം. അവയെ യാതൊന്നിന്റെയും പ്രതിമയും അരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെയും ദയ കാണിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. 1 2 അല്ല, 1000 തലമുറ വരെ. കണ്ടോ, എന്റെ ദൈവം വിശ്വസ്തന കേട്ടോ. 2024 ഞാൻ നോക്കാമെങ്കിൽ എന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച അപകടങ്ങളുടെ വലിയൊരു നിര തന്നെ ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ എനിക്ക് പറയാൻ കഴിയുന്നത്, പിതാക്കന്മാരുടെ ആരുടെയൊക്കെയോ പ്രാർത്ഥനകളോട് പറയുക 1000 തലമുറ വരെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നതോട് പറയുക, എന്റെ തലമുറകൾ 1000 തലമുറ വരെ പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾ, മാതാക്കന്മാരുടെ പ്രാർത്ഥനകൾ, തലമുറകൾ 1000 തലമുറ വരെ അനുഗ്രഹിക്കാതെ, അനുഗ്രഹം പ്രാപിക്കാതെ ദൈവം വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ 4-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വിഗ്രഹം എന്ത് ചെയ്യരുത്, ഉണ്ടാക്കരുത്. ആമേൻ. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് താഴെ വെള്ളത്തിൽ എങ്കിലും ഉള്ള ഏതൊന്നിന്റെ പ്രതിമ എന്ത് ചെയ്യരുത്, അരുത്. ദൈവം അരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അരുത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനപ്പുറം ഒന്നുമില്ല. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം എന്താണോ പറയുന്നത്, നമ്മോട് എന്താ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അതിന്ന് പകൽക്കാലം പറയാമോ? ആമേൻ. ആവർത്തന പുസ്തകം 5-ൽ പറയുന്നത്, 5-ന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മോശയോട് കൊടുക്കുന്ന ഒരു ദൂത് അവിടെ വായിക്കുന്നു. ആമേൻ, സ്തോത്രം. എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. 1000 തലമുറ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മളൊന്നും ചിന്തിക്കാത്ത മേഖലയിൽ കൂടെ ഇന്ന് വിതയ്ക്കുന്ന വിത്ത്, ആമേൻ, 1000 തലമുറ വരെ അവർ കൂടാരത്തിനകത്തായിരിക്കുമെങ്കിൽ, അവർ ഈ മേഘത്തിന്റെ കീഴിൽ നടക്കുമെങ്കിൽ അവർ എണ്ണി എണ്ണി പ്രാപിക്കുമെന്ന് ഇവിടെ ആവർത്തിച്ച് പ്രവാചകരായിരിക്കുന്ന മോശയോടും ദൈവം പറയുന്ന ദൂത് ഇന്ന് മറന്നു പോകരുത്. ആമേൻ. പിതാക്കന്മാര് ചവിട്ടുന്ന, പിതാക്കന്മാര് സഞ്ചരിക്കുന്ന, പിതാക്കന്മാര് പറയുന്ന, പിതാക്കന്മാരുടെ ശബ്ദങ്ങൾ അത് തലമുറയ്ക്ക് അനുഗ്രഹമായി തീരും. ആമേൻ. മാതാക്കന്മാരുടെ കണ്ണുനീര്, മാതാവിന്റെ പ്രാർത്ഥന, മാതാവിന്റെ സ്തോത്ര ഉപവാസം, അത് തലമുറകൾക്ക് കോട്ടയായിരിക്കും. കാരണം ഇത് മനുഷ്യനായി നിർമ്മിക്കപ്പെട്ടതല്ല, ഇത് യഹോവയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, സ്തോത്രം, 1000 തലമുറ വരെ ഞാൻ അവരെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദയ കാണിക്കും, ദയ. ഇന്ന് ദയ ഒരിടത്തുമില്ല കേട്ടോ. ദയയില്ലാത്ത ഒന്നേ ഉള്ളൂ. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു. സ്തോത്രം. എനിക്കൊരു വലിയൊരു പട്ടി ഉണ്ടായിരുന്നു. ഭയങ്കര സ്നേഹമുള്ളൊരു പട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹാളിൽ ഭയങ്കര സ്നേഹമുള്ളൊരു പട്ടിയാണ്. ആദ്യം ഞാൻ ഒരെണ്ണം വാങ്ങി. സ്തോത്രം. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങ് ചത്തുപോയി, നല്ല പ്രായമായപ്പോൾ. രണ്ടാമതൊരു പട്ടി എനിക്കൊരു കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്റർ ഇത് കൊണ്ടുവയ്ക്കുമെന്ന് പറഞ്ഞ് എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കൊണ്ടുവന്നു. അന്ന് ഇന്നോവ കാറായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അത് രാവിലെ സ്തോത്രം ഞാൻ മീറ്റിങ്ങിന് പോയി ഇറങ്ങുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇത് നേരെ ടയറിൻ്റെ പുറത്ത് കയറി. അത് ഇന്നോവ കാറിന് നല്ല പൊക്കം ഉള്ളതാണ്. അത് കുഞ്ഞു പട്ടിയാണ്. ഒരു 6 മാസം 7 മാസം പ്രായമേ ഉള്ളൂ. അത് നേരെ ടയറിൻ്റെ അകത്ത് കയറിയും കിടന്നു. സ്തോത്രം. ഞാൻ അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുത്തു. എന്തോ കയറി ഇറങ്ങുന്ന പോലെ തോന്നി. പ്രൈസ് ദി ലോർഡ്. വർഷം പലതായി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വർഷം പലതായി. ആമേൻ. ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ വണ്ടി കേൾക്കുമ്പോൾ തന്നെ അത് ഗേറ്റിൻ്റെ അടുത്ത് ഭയങ്കര ബഹളം കാണിക്കും. ഭയങ്കര സ്നേഹമുള്ളതായിരുന്നു, ഭയങ്കര സ്നേഹം. പക്ഷെ എൻ്റെ വണ്ടി തന്നെ കയറി ഇറങ്ങിയെന്ന് കണ്ടപ്പോൾ, സ്തോത്രം, പിന്നെ ഒരു പട്ടിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കാരണം പ്രൈസ് ദി ലോർഡ്, അത്ര സ്നേഹിച്ച ഒരു മൃഗമായിരുന്നു അത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ. മനുഷ്യൻ പലപ്പോഴും നമ്മെ വിട്ടൊക്കെ മാറിപ്പോകുന്നേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 2 കിളികൾ കിടപ്പുണ്ട്. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര വിളിയാണ്. കാരണം അതിനെ പാത്രത്തിലേക്ക് ഇറങ്ങി ചൊല്ലും. അത് പിന്നെ ഈ പുറത്ത്, കാരണം അതിന് ആഹാരമില്ലെന്ന് പറയുക. ആമേൻ, സ്തോത്രം. അതിന് കൊടുത്തു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, അതിന് ഒരു പ്രശ്നവും ഇല്ല.
ഓക്കെ. അപ്പൊ നമ്മുടെ കണ്ണുനീര് കാണുന്ന, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ സ്തോത്രം ആവലാതി കേൾക്കുന്ന, കാണുന്ന, നമ്മുടെ നെടുവീർപ്പുകളെ തന്നെ അറിയുന്ന, എന്തിനേറെ തലയിൽ നിന്നൊരു തലമുടി താഴെ വീണ് കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഒരു ദൈവം. പലപ്പോഴും നമ്മൾ പറയും, 2-3 തലനാരല്ലേ ഉള്ളൂ പറഞ്ഞു പോയത്, കുഴപ്പമില്ലെന്ന് നമ്മൾ നിസ്സാരമെന്ന് കാണുന്നത് തമ്പുരാൻ കണ്ട് അതിനെ മറുപടി തരുന്ന ഒരു ദൈവമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഇവിടെ നമ്മൾ വായിച്ചത്, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ദയ കാണിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്റെ 11ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്, അത് വൃഥാ എടുക്കേണ്ടതല്ല. ഇത് ദൈവത്തിന്റെ നാമമാണ്, ഇത് ബലമുള്ള ഒരു ഗോപുരമാണ്. ഈ നാമത്തെ എപ്പോഴും നമുക്ക് എടുക്കാൻ ആമേൻ വ്യവസ്ഥയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഈ നാമം ആരെല്ലാം എടുത്തിട്ടുണ്ടോ, ഇതിനകത്തിരിക്കുന്നവരുടെ ദൈവം പറയുന്നു, ഈ നാമം ആരെല്ലാം നാവിൽ എടുത്തിട്ടുണ്ടോ, ഇന്ന് പകൽക്കാലം 2025 ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വചനം പറയും, നിന്റെ വശത്ത് 1000 പേരും, നിന്റെ വശത്ത് 10,000 പേരും വീഴും, പക്ഷേ അത് നിന്റെ അടുക്കത്തില്ല കേട്ടോ, നിന്റെ കുടുംബത്തിൽ അടുക്കത്തില്ല കേട്ടോ, തലമുറയിൽ അടുക്കത്തില്ല, നിന്റെ ഭർത്താവിൽ അത് അടുക്കത്തില്ല, നിന്റെ ഭാര്യയിൽ അടുക്കത്തില്ല, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അടുക്കത്തില്ല, നിന്റെ നന്മകളിലോ കൃഷിയിലോ അടുക്കത്തില്ല. കാരണം നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴട്ടെ, നീ എവിടെ ഇരിക്കുന്നു? നീ ദൈവത്തിന്റെ ഗോപുരത്തിനകത്താ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഗോപുരത്തിന് അകത്തായിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ ദൈവപ്രവർത്തി എന്ന് വാക്കാൽ വായിക്കുകയാ. അടുത്ത് നമുക്ക് വായിക്കാമോ? ഇരമ്യാ പ്രവാചകൻ, പെട്ടെന്ന് എടുത്താട്ടെ, ഇരമ്യാ പ്രവാചകൻ 32-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? ഇരമ്യാവ്, നിങ്ങളെല്ലാം എഴുതി വെച്ചോളണം കേട്ടോ. ഇരമ്യാവ് 32-ന്റെ സ്തോത്രം 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം, 32-ന്റെ പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. മഹത്വവും വല്ലഭത്വവുമുള്ള ദൈവമേ, സൈന്യങ്ങളുടെ യഹോവ എന്നല്ലോ നിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇവിടെ വായിച്ചോ, നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. കണ്ടോ, പിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും അകൃത്യം കാണരുത്, അത് മക്കളുടെ മേൽ വരെയും. പിന്നത്തെ പറയുക, ദൈവമേ, സൈന്യങ്ങളുടെ യഹോവ എന്നല്ലോ നിന്റെ നാമം. കേട്ടോ, ദൈവത്തിന്റെ നാമം എടുക്കുന്ന കുടുംബം ബോർഡ് എഴുതി ഗേറ്റിന്റെ പുറത്തല്ല വയ്ക്കേണ്ടത്, യഹോവ ഈ വീട്ടിന്റെ നായകൻ. ഗേറ്റിന്റെ വെളിയിലല്ല വയ്ക്കേണ്ടത്, ബേഥയിൽ എന്ന്. ഇത് വയ്ക്കേണ്ടത് എവിടെയെന്നറിയാമോ? വീട്ടിനകത്ത്, റൂമിനകത്ത് കാണത്തക്ക തലത്തിൽ എഴുതി പിടിപ്പിക്കണം, ഈ വീട്ടിന്റെ നായകൻ എന്റെ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എങ്കിൽ ഇന്ന് പകൽക്കാലം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 9-ാമത്തെ അധ്യായത്തിൽ ദാനിയേൽ പറയുന്ന ഒരു ദൂത് ശ്രദ്ധിച്ച്, 9-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അവിടെ എന്താ ദാനിയേൽ പറയുന്നത് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. 9:4 അവിടെ ഇങ്ങനെ വായിക്കുന്നു, എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ചു. തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. മതി, അവിടെ ഒരു പ്രാർത്ഥനയാ. കാരണം ദാനിയേലിന്റെ 3 ആഴ്ചവട്ടം നിങ്ങൾ ആരെല്ലാം പഠിച്ചിട്ടുണ്ടോ? 3 ആഴ്ചവട്ടം ഇല്ല. ആമേൻ. 3 ആഴ്ചവട്ടം പഠിക്കുമ്പോ 3 ആഴ്ച എന്ന് പറയുന്നത് 7 മുതൽ 21. 21-ാമത്തെ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദാനിയേൽ ആയിരിക്കുമ്പോ ഈ ദാനിയേലിന്റെ അടുത്ത് വരുന്ന
ആമേൻ, പ്രൈസ് ദി ലോർഡ്. പാർസി രാജാക്കന്മാരുടെ പ്രഭുക്കന്മാർ, സ്തോത്രം, നമുക്കവിടെ വായിക്കാൻ കാണാൻ കഴിയും. ആമേൻ. നോക്കിക്കേ ആ 3-ാം വാക്യം. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണിനീർ, ആമേൻ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിച്ചതെന്തെന്ന്, ആമേൻ, ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. കണ്ടോ, അവൻ വെണ്ണുനീരിലും പ്രാർത്ഥനയിലും രട്ടുടുത്തും അവൻ അനുതാപത്തോടു കൂടെ അവൻ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാർസി പ്രഭുക്കന്മാർ അവനെ ആക്രമിക്കാൻ വരികയാ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉപവാസം ഇരിക്കുമ്പോൾ, ആമേൻ, ഞാൻ 40 ഇരുന്നിട്ടില്ല, 21 വരെ ഇരുന്നിട്ടുള്ളൂ. സ്തോത്രം. ഇരിക്കുമ്പോൾ അങ്ങ് ഇരിക്കും ഫുള്ളായിട്ട്. ആമേൻ. ഇന്ന് പകർക്കാൻ പറയട്ടെ, ഉപവാസം ഇരിക്കുമ്പോൾ, ആമേൻ, വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് ഉപവസിച്ചു. എവിടെയെന്നറിയാം? അധ്യായം ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ യേശു സ്നാനമേറ്റ ഉടൻ പരിശുദ്ധാത്മാവ് അവനെ വനാന്തരങ്ങളിൽ, അത് തന്നെ അങ്ങനെ പറഞ്ഞാലേ ഭംഗിയുള്ളൂ, മരുഭൂമിയിലേക്ക് നടത്തിയെന്ന് പറഞ്ഞാൽ, ആമേൻ, സ്നാനമേറ്റ ഉടൻ പിശാച് യേശുവിനെ നടത്തി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ, ആമേൻ, സകല പരീക്ഷകളും കർത്താവ് അനുഭവിച്ചത് സ്നാനമേറ്റ ശേഷമാ. മറന്നുപോകരുത്, ഞാനും നിങ്ങളും ഈ നാളുകളിൽ അനുഭവിക്കുന്നത് സ്നാനമേറ്റ ശേഷമാ. നല്ലൊരു അടി കിട്ടുന്നതും സ്നാനപ്പെട്ട ശേഷമാ. സ്തോത്രം പറ. നല്ലൊരു അടി കിട്ടുന്നതും, പിള്ളേർ പറയും പോലെ നല്ലൊരു കിഴുക്ക് കിട്ടുന്നതും കർത്താവ് അറിഞ്ഞ ശേഷമാ. അതുവരെ ആരും കിഴുക്കാൻ നമ്മൾ നിന്നു കൊടുക്കത്തില്ല. കാരണം കർത്താവിന് അറിഞ്ഞ ശേഷം ഓർന്ന് കിട്ടുന്നത് കുറച്ച് നല്ലതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്രത്തോളം കിട്ടുമോ അത്രത്തോളം കൃപയും കിട്ടും. പ്രൈസ് ദി ലോർഡ് പറ. എത്രത്തോളം കൃപയുണ്ടോ അത്രത്തോളം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് കഷ്ടത എന്ന കൃപാവരമാ. കഷ്ടത എന്ന കിരീടമാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. ആമേ, കഷ്ടത എന്ന കൃപാവരത്തിന്റെ ആ ഒരു കഷ്ടതയുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേ, ചിലർ പറയാറുണ്ട്, ആമേ, കഴിഞ്ഞ ദിവസം നമ്മുടെ ആവശ്യത്തിന് പഠിപ്പിച്ച ഇങ്ങനെയാ, എന്താണ്, സൈക്കിളിൽ വാ, സ്കൂട്ടറിൽ പോവാ, സ്കൂട്ടറിൽ വാ, ബൈക്കിൽ പോകാം, ബൈക്കേ വാ, കാറിൽ പോകാമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് പെന്തക്കോസ് എന്ന് ഞാൻ പറയും, ഉറപ്പിച്ചു പറയും. ആമേൻ. ഇത് അപ്പൻ, ഞങ്ങൾ മക്കൾ. സ്തോത്രം പറ. നമ്മുടെ കർത്താവ് നമ്മുടെ അപ്പൻ, ഞങ്ങൾ മക്കൾ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു ദൈവദാസനെ, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? വേദപുസ്തകം എന്താ പറയുന്നേ? മക്കളെങ്കിലോ, പറഞ്ഞേ നിങ്ങൾ ശബ്ദം ഉയർത്തി, അവകാശികളും. അപ്പന്റെ സകല അവകാശവും നമുക്കുള്ളതാ. ആമേൻ. സ്തോത്രം. പണ്ടൊരു PV ആശാരി പാസ്റ്റർ ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ അവസാന മെസ്സേജ് ഞാൻ കേൾക്കുമ്പോ, ഞാനൊന്ന് ആത്മീയത്തിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയം തപ്പി പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു പാസ്റ്ററിന്റെ വീട് 50,000 രൂപയ്ക്ക് മുകളിൽ വരരുത്. സ്തോത്രം പറ. ഒരു പാസ്റ്ററിന്റെ വണ്ടി, ആമേൻ, 2,000 രൂപയ്ക്ക് മുകളിൽ വരരുത്. സ്തോത്രം പറ. ആമേൻ. പാസ്റ്റർ പാർക്കുന്ന അല്ലെങ്കിൽ പാസ്റ്റർ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ കാറോ എന്താകട്ടെ, അത് 5,000 രൂപയ്ക്ക് താഴെ ആയിരിക്കണം. ആമേൻ. സ്തോത്രം. പാസ്റ്റർ ധരിക്കുന്ന ഡ്രസ് വളരെ ലളിതമായിരിക്കണം. ഇന്നോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചെകഞ്ഞ് by 1, by 2, by 3, by 4, by 5, by 6, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് പറഞ്ഞ അക്കൗണ്ട് ചോദിച്ചു. വേണ്ടിയിട്ടില്ല. പറയട്ടെ, അപ്പരെങ്കിലും അവകാശികളാ. ഇത് നമ്മൾ പ്രാപിക്കേണ്ടതാ. ആർക്കും ചെറുക്കാൻ കഴിയില്ല. നിങ്ങളും ഞാനും ഇരിക്കുന്ന ഭവനത്തിന് എത്ര ലക്ഷം വിലയുണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഇതാരും നമുക്ക് തന്നതല്ല, കർത്താവ് നമുക്ക് വേണ്ടി തുറന്ന വഴിയാ. എന്തുകൊണ്ട് ഞാൻ RC ഇതിലേക്ക് വന്നു? RC CSയിലേക്ക് സ്നാനപ്പെട്ടു, RC സ്നാനപ്പെട്ടു. 3-ാമത്തെ സ്നാനം പെന്തക്കോസിലേക്ക് വന്നു. എന്തെന്നറിയാമോ? അതിക്രമമില്ലാത്ത, ഗുണ്ടായുസമില്ലാത്ത, ആർക്കും പിറുപിറുപ്പില്ലാത്ത ഒരു സമൂഹം എന്ന് പറഞ്ഞ് ഇതിലേക്ക് വന്നു. ഇതിലേക്ക് വന്നപ്പോൾ അതിലേക്കൊന്നും ഇല്ലാത്തത് ഇതിനകത്തുണ്ട്. സ്വതന്ത്രം പറ. അതിലൊന്നും ഇല്ലാത്ത ഇതിലുണ്ട്. ഒന്ന്, അവകാശികൾ. ഹല്ലേലൂയ. മേഘത്തിന് കീഴിലായിരിക്കുന്ന ദൈവപൈതലേ, നിനക്കൊരു അവകാശം വേണം. ആമേൻ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, എൻ്റെ ഓഹരി നീയാ. കാരണം എനിക്ക് ലഭിക്കുന്നതെല്ലാം ഞാൻ ചെലവാക്കുന്ന ദൈവത്തിന് വേണ്ടിയാ. സ്തോത്രം. അതുകൊണ്ട്
ആമേൻ സ്തോത്രം, ഒരു പാരസെറ്റമോളിൽ പോലും നിർത്താൻ ദൈവം എന്നെ അനുവദിക്കത്തില്ല. കാരണം ആമേൻ ഇതെല്ലാം ദൈവത്തിൻ്റെതാ. ഇന്നലെ കഴിഞ്ഞ ദിവസം ചേച്ചിയോട് പറഞ്ഞു, എന്നെ ദൈവം മാനിക്കുന്നത് എത്ര അത്ഭുതകരമായെന്ന് അറിയാമോ നിനക്ക്? ഹല്ലേലൂയ. ആമേൻ. എൻ്റെ സമപ്രായക്കാർക്ക് പോലും ഇല്ലാത്തത് ദൈവം എന്നെ അത്ഭുതകരമായി ദൈവം എന്നെ മാനിക്കുന്നു. നിനക്ക് പറയാൻ കഴിയുമോ? കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ. ഉന്നതന്മാരുടെ ഭവനത്തിലേക്ക് കാൽ വയ്ക്കുമ്പോൾ ഞാൻ കരയാറുണ്ട്, ദൈവമേ, ഈ നിൽക്കുന്ന ജനത്തിന് നടുവിൽ എനിക്ക് കയറി ചെല്ലാൻ പ്രാഗൽഭ്യമുണ്ടോ? പേരൊന്നും പറയുന്നില്ല. മരിച്ചു നിത്തയിലിരിക്കുന്ന ആമേൻ പ്രൈസ് ദി ലോർഡ് നമ്മളെല്ലാവരും സ്നേഹിച്ചിരുന്ന മന്ത്രിമാരിൽ പലരെയും ഭവനത്തിനകത്ത് കയറാൻ കൃപയാൽ ദൈവം എന്നെ ഇടയാക്കി. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഇതൊന്നും നമ്മുടെ പേരോ പ്രശസ്തിയോ നമ്മുടെ മിടുക്കൊന്നും അല്ല. തമ്പുരാൻ പറയുന്നു, നീ കൃപയുടെ മേഘത്തിന്റെ മറവിലായിരുന്നാൽ, ഈ ഗോപുരത്തിലേക്ക് നീ ഓടിക്കയറിയാൽ തമ്പുരാൻ നിന്നെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും കാണുന്നത് എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലാൻ പാട്ടുകാരൻ മുട്ടം വർക്കി അപ്പച്ചൻ എഴുതിയ പാട്ട് പാടുമ്പോൾ എത്ര പേര് അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാറുണ്ട് സഭയിൽ, എൻ്റെ സമ്പത്ത് ഇരിക്കുന്ന ജനം തന്നെയാണ്. സ്തോത്രം. എനിക്ക് നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്നല്ല, എൻ്റെ സമ്പത്ത് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ജനം തന്നെയാണ്. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജനം എൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ദോഷവും തട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പകർക്കാർ ഒരു ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ, സ്വർഗ്ഗം നിങ്ങളെ മാനിക്കാൻ പോകുകയാ. വായിക്കാം. ആമേൻ. 103 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം ഒരാളിന് വായിക്കാം. 103:3. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബനപരഗതുനി അടബനരാജകൽക്കനാദി. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. സ്തോത്രം. അവ എന്ത് ചെയ്യുന്നു? നിന്റെ അകർത്യമൊക്കെ എന്ത് ചെയ്യുന്നു? മോചിക്കുന്നു. നിന്റെ സകല ആമേൻ സ്തോത്രം എന്ത് ചെയ്യുന്നു? രോഗങ്ങളെ അവൻ എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കുന്നു. അതിന് 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്നും വിടുവിക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ എന്ത് ചെയ്യുന്നു? അണിയിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും? ആമേൻ. ആമേൻ. അവൻ നമ്മെ അണിയിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ എന്നെ നിന്നെ മുൾക്കിരീടവും മുള്ളുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ദാവീദ് അഭിഷേകം പ്രാപിച്ചവൻ, അവൻ കൃപയുടെ മറവിൽ നിൽക്കുന്നവൻ, അവൻ അതിനെ വലിച്ചു പറിച്ച് ശൗലിന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ഈ പടച്ചട്ട വേണ്ട, ഈ പടച്ചട്ട ഇട്ട ശീലമില്ല, ഞാൻ പോകുന്നത് ദൈവത്തിന്റെ നാമത്തിലാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോകുന്ന ദൈവത്തിന്റെ നാമത്തിലാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ, അവന്റെ തല എൻ്റെ കയ്യിലിരിക്കും. ഹല്ലേലൂയ. ഇതിനകത്ത് വാദിക്കുന്ന ചില ശക്തികൾ ഇതിനകത്തെ കുടുംബങ്ങൾക്കെതിരെ വാദിച്ചുകൊണ്ട് നിൽക്കുകയാ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, വാദിക്കുന്ന വാദപ്രതിവാദത്തെ എങ്ങനെ തീർക്കാൻ കഴിയും? യെശയ്യാപ്രവാചകൻ പറയുന്നു, ആമേൻ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി വിട്ടുമാറത്തില്ല. ഈ 4 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ ആത്മനിറവോടെ ഇതിനകത്തിരിക്കുന്ന ആമേൻ സ്തോത്രം, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ആമേൻ സ്തോത്രം, ആത്മീക ആമേൻ സ്തോത്രം മിത്രങ്ങളോട് വിളിച്ചു പറയുകയാ, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാ. സ്തോത്രം. ദൈവം ചെയ്താലേ അതിശയകരമായി ചന്തമായിട്ട് വൃത്തിയായിട്ട് ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഗാലറിയിൽ നിന്ന് കണ്ടാൽ മതിയെന്ന് ദൈവം കളിക്കളത്തിലേക്ക് ഇറങ്ങി ദാനിയേൽ നോക്കി പറയാ, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ഉപവാസമല്ലേ, നീ മൗനമായിരിക്കുക, ഞാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാ. നീ ഗാലറിയിൽ ഇരിക്കുന്ന ദാനിയേലേ, ഞാൻ പാർസി പ്രഭുക്കന്മാരോട് യുദ്ധം ചെയ്യാൻ പോകുകയാ. എത്ര ഭംഗിയല്ലേ യുദ്ധം, ദൈവങ്ങൾ തമ്മിൽ യുദ്ധം. ഹാഹാ, എന്തൊരു അനുഗ്രഹമല്ലേ. ദൈവങ്ങൾ തമ്മിൽ യുദ്ധം. നമ്മൾ യുദ്ധം ചെയ്യേണ്ട, ദൈവങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യും. ഇന്ന് പകൽക്കാലം ചില ഭൂമിപരമായിട്ടുള്ള സകലവിധ കെട്ടുകളെയും പൊട്ടിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞാനിരിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ദൈവാത്മാവ് ഇറങ്ങി യുദ്ധം ചെയ്യാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വായിക്കാം. ദാനിയേൽ 9:9 നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എന്താ നമ്മൾ വായിച്ച? ദാനിയേൽ 9:9 നമ്മൾ വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായി ദാനിയേൽ പ്രവാചകനോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 9:9 കരുണയും മോചനവുമുണ്ട്, ഞങ്ങളോ അവനോട് മത്സരിച്ചു,
അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. സ്തോത്രം. 9-ാം വാക്യം പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്, ഞങ്ങളോ അവനോട് മത്സരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഒരു ഏറ്റുപറച്ചിലേക്ക് വരാം. പലപ്പോഴും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു കാര്യമാണ് മത്സരം. പ്രൈസ് ദി ലോർഡ്. വേണ്ട, ദൈവപൈതൽ ഇത് വേണ്ട. ഒരു ദൈവപൈതലിന് പറ്റിയതല്ല മത്സരം. എന്തിനു വേണ്ടി മത്സരിക്കണമെന്ന് അറിയാമോ? കൃപ പ്രാപിക്കാൻ വേണ്ടി മത്സരിക്കും. ആവോളം പ്രാപിക്കാനുള്ളൊരു മത്സരക്കളത്തിലാകട്ടെ. അതാണ് വേദോസ്തം പറയുന്നത്, മത്സരികൾ വരണ്ട ദേശത്ത് വാർക്കുന്നു. ഒരിക്കലും അവർക്ക് മറുകര കടക്കാൻ കഴിയില്ല. അതാണ് മോശയോട് തമ്പുരാൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നീ പാറയോട് കൽപ്പിക്കടാ എന്ന് പറഞ്ഞു. പക്ഷേ പിറകിൽ നിന്ന് അവനെ പരിഹസിച്ചും കല്ലെറിഞ്ഞും അവനെ അടിച്ചും അവനെ ഉപദ്രവിച്ചും അവന് സഖിയില്ലാതെ അവൻ പാറയെ അടിച്ചു. ദൈവം പറഞ്ഞു, നീ ദൂരെ നിന്ന് എന്ത് ചെയ്യും? കാണും, പക്ഷെ നീ എന്ത് ചെയ്യില്ല? കാൽ ചവിട്ടില്ല. ആമേൻ. നിങ്ങൾ എന്ത് ചെയ്യില്ല മോശെ? നീ കാണും, പക്ഷെ നീ എന്ത് ചെയ്യില്ല? കാൽ ചവിട്ടില്ല. നീ കനാൻ ദേശം കാണും, പക്ഷെ ചവിട്ടത്തില്ല. ചവിട്ടണമെങ്കിൽ നീ ഞാൻ പറഞ്ഞതുപോലെ കൽപ്പിച്ചിരുന്നു എങ്കിൽ ആമേൻ വെള്ളം പുറപ്പെട്ടനെ. അസാധ്യമാണ് തീങ്കൽപ്പാറ. അറിയാമോ? തീങ്കൽപ്പാറ എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന അല്പം പോലും ജലാംശമില്ലാത്ത ആ പാറയിൽ നിന്ന് തൊട്ടു നോക്കിയാൽ തീയുടെ ഗന്ധം പാറയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ തീയുടെ ചൂടിങ്ങനെ അടിക്കും. അതുകൊണ്ട് ആ പാറയുടെ അടുത്ത് ആരും പോകാറില്ല. അവിടെ ഒന്നും വീട് വയ്ക്കാറില്ല, കന്നുകാലികളെ കെട്ടാറില്ല, അവിടെ ഒന്നും മുളയ്ക്കാറില്ല. മറന്നു പോകരുത്, തീങ്കൽപ്പാറയുടെ ചുവട്ടിൽ ഒന്നും മുളയ്ക്കാറില്ല, ഒരു നാമ്പ് പോലും വരത്തില്ല. കാരണം തീ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന തീങ്കൽപ്പാറയാണ്. പക്ഷെ അതിനകത്തും ദൈവം തന്റെ ജനത്തിന് വിശ്വാസം വർദ്ധിപ്പിക്കാൻ അതിനകത്ത് കരുതി വെച്ച ഒരു സ്റ്റോറേജ് ഉണ്ടായിരുന്നു, ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല കേട്ടോ, അതിനകത്ത് വെള്ളം കരുതി വെച്ചു. എന്ന് പകൽക്കാലം പറയട്ടെ, മനുഷ്യൻ അസാധ്യമെന്ന് പറയുന്ന പലതിനകത്തും ദൈവം സാധ്യമെന്ന് പറയും. പ്രസ്തുത ദൈവത്തിന്റെ മിറക്കൽ അവിടെ സംഭവിക്കും. ശമനപരകതുനി വൈടകരാജകൽക്കനാദി. ആമേൻ. മനുഷ്യൻ വൈദ്യശാസ്ത്രം പറഞ്ഞു. സ്തോത്രം ഡോക്ടർ കുര്യൻ. സ്തോത്രം ഡോക്ടർ ലളിത. നിങ്ങൾക്ക് തലമുറ ഉണ്ടാകത്തില്ല. വൈദ്യശാസ്ത്രം വിളിച്ചു. രണ്ടുപേരും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ, ഒരാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായിരുന്നു, ഗൈനക്കോളജി. രണ്ടാമത്തെ കർത്താവിന്റെ പ്രൈസറോ മനുഷ്യൻ, അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്തോത്രം പ്രൈസറോട് അസ്ഥിരോഗ വിദഗ്ധനായിരിക്കുന്ന സർജൻ പ്രൊഫസറാണ് പുള്ളി. രണ്ടുപേർക്കും സ്തോത്രം ഹല്ലേലൂയ മെഡിസിൻ കൊണ്ട് തലമുറ കിട്ടിയില്ല. സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം പറയട്ടെ, അവർക്ക് ഒരു കുഞ്ഞല്ല ദൈവം കൊടുത്തത്. സ്തോത്രം ഹല്ലേലൂയ. 2023 തമ്പുരാൻ അവർക്കൊരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ചുണക്കുട്ടനെ കർത്താവ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. 2024 അവർ പിന്നെയും ഗർഭിണിയായി. സ്തോത്രം. 25ലേക്ക് വന്നിരിക്കുന്നു. സ്തോത്രം. മെയ് മാസം ഏകദേശം ആകുമ്പോൾ അടുത്ത് രണ്ടാമത്തതും പുറത്തു വരും. ഇന്ന് രാവിലെ കേട്ട വാർത്ത ഇതാണ്. ഒരുത്തനല്ല അകത്ത് കിടക്കുന്നത്, അകത്ത് കിടക്കുന്ന 2 വില്ലന്മാരാ. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. അത് ഒന്ന് പെണ്ണ് ഒന്ന് ആണും. അത്ഭുതം, മിറക്കിളല്ലേ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു ദൈവദാസന്, എന്താ ഇത് സംഭവിച്ചത്? നിങ്ങൾ മേഘത്തിന്റെ കീഴിലായിരുന്നത് കൊണ്ടാ. മനുഷ്യൻ അസാധ്യം. കാരണം അദ്ദേഹത്തിന് വയസ്സ് 56. ഹല്ലേലൂയ. അവർക്ക് ഏകദേശം 54 വയസ്സ് പ്രായം. എങ്ങനെ സംഭവിക്കും അറിയത്തില്ല. സ്തോത്രം. ദൈവാത്മ പറഞ്ഞു, നോ ടെൻഷൻ. നീ ടെൻഷൻ അടിക്കണ്ട. സ്തോത്രം. നീ വറീഡാകണ്ട. നീ എന്റെ മുൻപിൽ കൂളായിട്ട് നടക്കും മോശേ. ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഈ ജനം മത്സരിക്കട്ടെ. മത്സരികളുടെ നടുവിൽ ഞാൻ നിനക്ക് വേണ്ടി അവർ കാണുക. നിന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, നിന്റെ സഹോദരങ്ങൾ നോക്കി നിൽക്കേ, അഹരോ നോക്കി നിൽക്കേ, കൂര് നോക്കി നിൽക്കേ, വില്ലന്മാർ നോക്കി നിൽക്കേ. ഈ തീങ്കൽ പാറയിൽ നിന്ന് ഞാൻ വെള്ളം പുറപ്പെടുവിക്കും. നീ ഒന്ന് കൽപ്പിച്ചാൽ മതി. കാരണം പല ഉറവകളും അവരുടെ മുമ്പിൽ അടച്ചു. പല ഉറവകളും നിന്റെ മുമ്പിൽ അടച്ചു. സ്തോത്രം. നിന്റെ മുമ്പിൽ പല ഉറവകളും അടഞ്ഞു. ഹല്ലേലൂയ. തമ്പുരാൻ ഒന്നൊന്നായി തുറക്കാൻ പോകുകയാണ്.
ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ ആത്മാവ് പേര് പറയാൻ പറയുന്നു. നിന്റെ മുമ്പിൽ അടച്ച ഉറവ 25 തമ്പുരാൻ തുറക്കാൻ പോകുകയാ. ആമേൻ. തമ്പുരാൻ തുറന്നു കഴിഞ്ഞാലേ അതാർക്കും അടയ്ക്കാൻ കഴിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ. തമ്പുരാൻ ഒന്ന് കൽപ്പിച്ചാലേ ഹല്ലേലൂയ. പക്ഷേ ശത്രുവിന് കിണറിൽ കല്ലിട്ട് മൂടാനേ പറ്റൂ. ആമേൻ. മണ്ണിട്ട് മൂടാനേ പറ്റൂ. തങ്കം വേണ്ടി പലതും മൂടിക്കളയാനേ പറ്റൂ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ തീർന്നെന്ന് പറയാനേ പറ്റൂ. പക്ഷേ അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്ക് ആ മണ്ണിൽ കാൽ ചവിട്ടിയപ്പോൾ ആമേൻ സ്തോത്രം ആദ്യം പൊങ്ങി വന്നത് പിതാക്കന്മാരുടെ ഉറവയായ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ കുഴിച്ച യാക്കോബിന്റെ കിണർ പൊങ്ങി വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അപ്പൻ സഞ്ചരിച്ച പാതയിൽ കൂടെ ഇസ്ഹാക്ക് സഞ്ചരിപ്പാൻ തുടങ്ങിയപ്പോൾ പിതാക്കന്മാർ ഒരുമിച്ച് കുഴിച്ച യാക്കോബിന്റെ കിണർ പൊങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പലതും ആ കല്ലിട്ട് മൂടിക്കഴിഞ്ഞ ചില കുടുംബങ്ങൾക്കകത്ത് നന്മകളെ കല്ലിട്ട് മൂടി ആമേ സ്തോത്രം ഇനി ഇല്ല എന്ന് പറഞ്ഞ് ആമേ കെട്ടിയിട്ടിരിക്കുന്ന ചില അവസ്ഥകളെ തമ്പുരാൻ പൊക്കിയെടുക്കുന്ന ദിവസങ്ങളെന്ന് പരിശുദ്ധാത്മ പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓമന സിസ്റ്ററെ പ്രാർത്ഥിക്ക്. ആമേൻ സ്തോത്രം. പ്രൈസ്. നിങ്ങൾ വിൽക്കാനിട്ടിരിക്കുന്ന ഭൂമിക്കകത്ത് നിന്ന് ഒരു കലശം പൊങ്ങി വരുന്നുണ്ട്. എനിക്കറിയത്തില്ല, പണ്ട് പിതാക്കന്മാർ ആരൊക്കെയോ കുഴിച്ചിട്ടതായിരിക്കാം. തമ്പുരാൻ പറയുന്നു ഹല്ലേലൂയ, തെക്ക് ഭാഗത്ത് നിന്ന് കുഴിച്ചു നോക്ക്, ചില കലശങ്ങൾ പൊങ്ങി വരുന്നു. പരിശുദ്ധാത്മ പറയുന്നു ചില ദൈവാത്മാവ് ഈ നാളുകളിൽ പൊക്കിയെടുത്തിട്ട് ആ പ്രോപ്പർട്ടിയെ ദൈവം അതിന്റെ തനിമയിൽ ഹല്ലേലൂയ ആമേൻ ശത്രു ദൃഷ്ടിവെക്കുന്നതിന് അപ്പുറമായി ദൈവം ചില അത്ഭുതങ്ങൾ ആ പ്രോപ്പർട്ടിയുടെ മേൽ ദൈവാത്മാവ് കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുക. ഇന്ന് പകൽ പലതും ആമേ സ്തോത്രം പൊങ്ങി വരുന്ന പകൽക്കാലമാണ്. ചിലത് ഭൂമിക്കടിയിൽ കിടപ്പുണ്ട്. ഞാൻ ഒരു ദൂത് പറയാം. ആമേ സ്തോത്രം അതിനപ്രകാരം വെളിപ്പാട് പറയുക. ആമേ സങ്കീർത്തനം 74 ആമേ 13, സങ്കീർത്തനം 73 13 14 വായിക്കപ്പെടുമ്പോൾ തന്റെ ജനമായ ഇസ്രായേൽ ജനം അവർ ആമേൻ 6 കടന്നു വരുമ്പോൾ അതിനകത്ത് ഒരു പ്രവൃത്തി വെളിപ്പെട്ടു. തോടിനകത്ത് കടന്നു വരുന്ന സമയത്ത് ദിവ്യാദാൻ പതിയിട്ട് കിടക്കുക. ദിവ്യാദാന്റെ തലയെ ചവിട്ടി മെതിച്ച് തന്റെ മരുഭൂമിയായിരിക്കുന്ന മരുഭൂവാസികളായിരിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി അവൻ ആഹാരം കൊടുത്തു. അവൻ 1 മിനിറ്റ് കൊണ്ട് ദിവ്യാദന തലയെ ഉടച്ചു കളഞ്ഞു. ആമേ തിമിംഗലയുടെ തലയെ തകർത്തു കളഞ്ഞു. 2 ശക്തികൾ ആ മണ്ണിൽ നിന്ന് പൊങ്ങി വരികയാ. 2 ശക്തികൾ ആ മണ്ണിൽ നിന്ന് പൊങ്ങി വരികയാ. ഉടബാരകൽക്കന ഒരു സ്ത്രീ പുരുഷ ബന്ധം അതിനകത്തുനിന്ന് പൊങ്ങി വരികയാ. ഒരു സ്ത്രീയുടെ ശക്തി പൊങ്ങി വരുന്നു, ഒരു പുരുഷ ശക്തി പൊങ്ങി വരുന്നു. എന്നിവർ ദിവ്യാദാനം തിമിംഗലവും 2 പൊങ്ങി വന്ന ഇന്ന് പകൽക്കാലം 1 ഉടയുന്നു, 2 തകരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ 25 ദൈവം പറയുന്നു ആ പ്രോപ്പർട്ടിയുടെ മേൽ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു. ഹല്ലേലൂയ. വിതച്ചത് 1 കൊട്ട, കൊയ്തത് ആമേൻ അരക്കൊട്ടയല്ല, വിതയ്ക്കുന്നത് കൊയ്യാൻ പോകുകയാ. തമ്പുരാൻ അതിനകത്ത് ശ്രേഷ്ഠകരമായ ചില വിത്തുകൾ പാകാൻ പോകുകയാ. ദൈവത്തിന് ഇന്ന് പകൽക്കാലം അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്. അതിനകത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുക ദൈവദാസിയെ. ഹല്ലേലൂയ. റെസ്റ്റില്ലാതെ ഒരു 3 ദിവസം ആ പറമ്പിനകത്ത് നടന്ന് പ്രാർത്ഥിക്കുക. ദൈവം ചിലത് നിങ്ങളുടെ കണ്ണിൽ വെളിപ്പെടുത്താൻ പോകുകയാ. ഉടമന രഗതന ശമന ഭരഗതുനി വാക്വാദങ്ങളെ ദൈവം തകർക്കാൻ പോകുന്നു. കുറിച്ചു വെച്ചോ. ഹല്ലേലൂയ. ദൈവാത്മാവ് ആമേ വെറുതെ പറയുന്ന ദൈവമല്ല, അത് അതേപോലെ തനിമയോടെ വെളിപ്പെടുന്ന ഒരു ദൈവം ഇന്ന് പകൽ ആ ഫ്ലോട്ടിനകത്ത് തമ്പുരാൻ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ദൂത് അങ്ങനെ തന്നെ ഏറ്റെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വായിക്കാം. പുറപ്പാട് പുസ്തകം 21 നമ്മൾ വായിച്ചു കഴിഞ്ഞു. യോശുവ പ്രവാചകന്റെ പുസ്തകം, യോശുവയുടെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 24-ാമത്തെ അധ്യായം. പ്രൈസ് ദി ലോർഡ്. 19-ാമത്തെ വാക്യം. യോശുവയുടെ പ്രവാചകന്റെ പുസ്തകം 24-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. യോശുവ ജനത്തോട് പറഞ്ഞത് നിങ്ങൾ യഹോവയെ സേവിപ്പിൻ. ആമേൻ. അപ്പൊ ദൈവത്തെ സേവിപ്പാനായി ഇറങ്ങിത്തിരിച്ച ജനത്തിന്റെ മുൻപിൽ അവന് വേണമെങ്കിൽ മുഖത്തൊരു തുണിയിട്ടിട്ട് പറയായിരുന്നു. അയ്യോ അങ്ങനെ അല്ല കേട്ടോ, ഒത്തിരി സോപ്പിട്ടൊക്കെ ഒന്ന് പറയായിരുന്നു. വേദപുസ്തകത്തിൽ സോപ്പിട്ട് പറയുന്നവർക്ക് ഒത്തിരി മീറ്റിംഗ് കിട്ടും. സ്തോത്രം പറഞ്ഞില്ലല്ലോ.
ആമേൻ. എന്നാൽ പുതിയ നിയമത്തിൽ സോപ്പിട്ട് പറയാത്ത ഒരാളുണ്ടായിരുന്നു. പറയാമോ പേര്? ഒരാള് സോപ്പിട്ട് പ്രവചനം പറഞ്ഞ ഒരാൾ, ഒരേ ഒരാളേ ഉള്ളൂ. പറഞ്ഞേ വിദ്യാർത്ഥികൾ. ഇവിടെ ഒരാൾ വിളിച്ചു പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ. ഹല്ലേലൂയ. അത് ഇവിടെ നിന്ന് പറഞ്ഞതാട്ടോ, ഇവിടെ വീട്ടിനകത്ത് ആളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ബിന്ദു ദൈവദാസി പറയുക യോഹന്നാൻ. ശരിവയ്ക്കാലല്ലേ? ശരിവയ്ക്കാലോ. ആമേൻ. അദ്ദേഹത്തിന് കിട്ടിയത് പട്ടുമെത്തയാണോ? യഥാർത്ഥമായി പറഞ്ഞ കിട്ടിയ പട്ടുമെത്തയാണോ? ആമേൻ. തൻ്റെ അപ്പനായ രാജാവിനോട്, ഹേരോദാവിനോട് പറയും, അപ്പ എനിക്ക് വേണ്ടത് ചൂരത്തലയല്ല, എനിക്ക് വേണ്ടത് മരപ്പട്ടിയുടെ തലയല്ല, എനിക്ക് വേണ്ടത് പോത്തിന്റെ തലയല്ല, എനിക്ക് വേണ്ടത് ആട്ടിന്റെ തലയോ ചെമ്മരിയോ ആട്ടിന്റെയോ കോലാട്ടിന്റെയോ അല്ല, എനിക്ക് വേണ്ടത് ആ മരുഭൂമിയിലുള്ള ആ തോൽവാർ ധരിച്ച് കാട്ടിക്കിളിയും വെട്ടുതേനും ഉപജീവനം കഴിക്കുന്ന യോഹന്നാൻ സ്നാപകന്റെ തല. അപ്പന്റെ ഏപ്പാടിപ്പോയി. സ്തോത്രം. അപ്പന്റെ ഏപ്പാടിപ്പോയി. ഒരു കാര്യമുണ്ട്, അപ്പൻ പറഞ്ഞൊരു പദം ഇതാണ്, മോളെ നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. രാജാവിന്റെ വാക്കാ. ആമേൻ. അവൾ നല്ലവണ്ണം വീശി അവനെ ഒന്ന് വശത്താക്കാൻ. കിട്ടാത്തത് കൊണ്ട് ഉറപ്പായിട്ടും അടുത്ത നീക്കമെന്ന് പറയുന്നത് തലയെടുക്കുക. ഇന്ന് പകലിൽ ആമേ സ്തോത്രം, നിന്നെ പലപ്പോഴും വീഴ്ത്താൻ നോക്കിയ ശത്രുവിന്റെ മുൻപിൽ ആമേ സ്തോത്രം, നീ വീഴാതിരിക്കുമ്പോൾ അടുത്തവന്റെ ശ്രമം നിന്നെ തകർത്ത് കളയുക. ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുന്നു. ഉടമാരകൽക്കന അവരുടെ ചെപ്പടിയിൽ നിൽക്കാത്തത് കൊണ്ട്, നിസി ദൈവദാസിയെ, അവരുടെ ചെപ്പടിയിൽ നിൽക്കാത്തത് കൊണ്ട്, അവര് പറയുന്നത് കേൾക്കാത്തത് കൊണ്ട്, അവര് പറയുന്നത് അംഗീകരിക്കാത്തത് കൊണ്ട്. പാസ്റ്റേ, എല്ലാം അങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ? ലിസി ദേവദാസിയെ, എല്ലാം അങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ അംഗീകരിക്കാത്തോണ്ട് തല വേണമെന്ന്. റോസലി സിസ്റ്റർ, അങ്ങനെ അംഗീകരിക്കാത്തോണ്ട് തല വേണമെന്ന്. തല കൊടുക്കോ? തങ്ങമ്മേണ്ടി, അങ്ങനെ അംഗീകരിക്കാത്തോണ്ട് തങ്ങമ്മേണ്ടി തല വേണമെന്ന്. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാന്ന്. ഇന്ന് പകൽ കൃമിക്കിരയാകാൻ പോകുകയാ. ഹല്ലേലൂയ. അഭിഷക്തയോട് കളിച്ചില്ലേ? അഭിഷക്തനോട് കളിച്ചില്ലേ? ആമേ. യോഗ്നാപകനെ തകർക്കാൻ നിൽക്കുന്ന ചില മണ്ഡല ശക്തികളുണ്ട്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്ക്. ചിലതൊക്കെ ഇന്ന് പകൽക്കാലം നിന്റെ കണ്ണിന്റെ മുൻപിൽ. ഹല്ലേലൂയ. ശമനപരകധുനി വേദപരാജകൽക്കനാദി അംധകരാജകൾ പ്രൗഢപരം ധുനി വേദപരധുനി വൈഡമനാരകൽക്കനാ ജൂഡപരം ധനേകര പ്രൗഢപരക്ഷം. വീണ സിസ്റ്ററെ പ്രാർത്ഥിച്ചോ. ആമേ. സാറേ പ്രാർത്ഥിച്ചോ. ആമേ. 2025 തമ്പുരാൻ അങ്ങ് ഇറങ്ങാൻ പോകുകയാ. കേട്ടോ, തമ്പുരാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാ. വീണ സിസ്റ്ററെ, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാ. പ്രാർത്ഥിച്ചോ. ആമേൻ. ദൈവ യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ ഒരറമ്പാതം ഇല്ലെന്ന് പറയും പോലെ ആയിപ്പോയി. അല്ലേ തകപ്പറ്റി? തമ്പുരാൻ ഇറങ്ങിക്കഴിഞ്ഞ അല്ലേ തകപ്പറ്റി? അല്ലേ തമ്പുരാൻ ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ ആന്റി പലയിടത്തും മൗനം പാലിച്ചതുകൊണ്ടാ ഇന്ന് പലതും ജീവനോടെ ഇരിക്കുന്നത്. ആമേൻ. സഭയ്ക്കകത്ത് സ്തോത്രം. ആമേൻ. പലതും മൗനമായിരുന്നത് കൊണ്ടാ. പരസ്യമായിട്ട് കണ്ണീര് കരയിച്ചില്ലേ? പരസ്യമായിട്ട് അവിടെയും മിണ്ടാതെ ഒരു പൊട്ടിയെ പോലെ വന്നത് കൊണ്ടാണ് ഇന്ന് പലതും ജീവനോടെ ഇരിക്കുന്നത്. പക്ഷെ ദൈവം ദീർഘമായി ക്ഷമിക്കുന്നവൻ അല്ല. സ്തോത്രം. വീണ സിസ്റ്ററെ, ദീർഘമായി ക്ഷമിക്കുന്ന ദൈവം അല്ല. ഓട്ടിച്ച് കയറ്റിയിരിക്കുക ഒരു തുരങ്കത്തിനകത്തെന്ന പോലെ. ഭാരപ്പെടണ്ട. 2025 ഓട്ടിച്ച് തുരങ്കത്തിനകത്ത് കയറ്റിയാലും ഭാരപ്പെടണ്ട. അകത്ത് അതിനെ വിശാലമാക്കാൻ പറഞ്ഞു. കർമ്മേലിന്റെ കൊടുമുടിയിൽ ദൂത, കേട്ടോ വീണ സിസ്റ്ററെ, കർമ്മേലിന്റെ കൊടുമുടിയിൽ ഏലിയാവിനെ ഓട്ടിച്ച് കയറ്റി. ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല. ഉടബാരബൽഖനാദി കുറിച്ചു വച്ചോ വീണ സിസ്റ്ററെ. ആമെ. ഓട്ടിച്ച് കയറ്റിയത് കർമ്മേലിന്റെ കൊടുമുടിയിലാ ഏലിയാവിനെ. അവൻ ആദ്യത്തെ ഊഴ അവർക്ക് കൊടുത്തു. നീ ആരാധിച്ചോ. എനിക്ക് ഒരു തർക്കമില്ല, നീ അങ്ങ് പ്രാർത്ഥിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉച്ചവരെ അവര് പ്രാർത്ഥിച്ചു, ഒരനക്കവും ഇല്ല. ആമേ. ഒരനക്കവും ഇല്ല.
പക്ഷെ ഇന്ന് പകൽ ഈ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യും മുൻപേ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരും. ഇതൊരു ടൈം പാസിന്റെ മീറ്റിംഗ് അല്ലെന്നേ, ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട നിയോഗത്തിന്റെ ശുശ്രൂഷകളാ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്മാവ് അങ്ങനെ ചലിക്കുന്നു. ഇന്ന് പകലിൽ ഇതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ആമേ കാമേ സ്തോത്രം. ആമേ ഏലിയാവ് അടുത്തു പറഞ്ഞൊരു കാര്യം ഇതാണ്. ആമേ കർത്താവേ, നീ പറഞ്ഞ പ്രകാരം. ഏലിയാവ് ഓടിപ്പോയി ഒന്നും ചെയ്തില്ല കേട്ടോ. അവിടെ നിന്നിട്ട് അധ്യായം ഒന്ന് എടുത്തു വെച്ചേ, അധ്യായം ഒന്ന് പെട്ടെന്ന് എടുത്തു വെച്ചേ. ആ ദൂത് കയറി വന്നത് അധ്യായം ഒന്ന് എടുത്തു വെച്ചേ. രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് എടുത്തു വെച്ചേ. ഏലിയാവ് കർമ്മേലിലേക്ക് പോയ ഒരു വചനം എടുത്തു വെച്ചേ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പെട്ടെന്ന് എടുത്തു വെച്ചേ. ആമേൻ. അവിടെ അവരിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തന്നെ 17-ാം അധ്യായം തോന്നുന്നു, 17-ാം അധ്യായം 1 രാജ 17-ാമത്തെ അധ്യായത്തിനകത്തും തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന ഒരു ദൈവശക്തി. ആ വചനം വായിച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ അവിടെ എങ്ങനെ പറയുന്നു, 17:4 മുതൽ വായിക്കുമ്പോൾ അവൻ ആദ്യം ചെയ്തെന്നറിയാമോ? ഇടിഞ്ഞു കിടക്കുന്ന ദൈവത്തിൻ്റെ യാഗപീഠം എന്ത് ചെയ്തു? പണിതു. വീണ സിസ്റ്ററെ, യാഗപീഠം പണിയണം. പ്രാർത്ഥനയിൽ കുറവിൽ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം, ഉപവാസത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം. കേൾക്കുന്നുണ്ടോ? ആമേൻ. ഇന്ന് പകൽ ആ യാഗപീഠം പണിയാൻ അവൻ തയ്യാറായി. വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. 17:2 മുതൽ. പിന്നെ അവർ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാം. അതല്ല. 17-ാമത്തെ അധ്യായം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 18-ാം അധ്യായം. 18-ാം അധ്യായം സ്തോത്രം. 18-ാം അധ്യായം. 18-ാം അധ്യായം 18-ാം അധ്യായം തന്നെ. അതെ, വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു. അതിന്റെ മുകളിലോട്ട് വായിക്കും. 35 മുതൽ വായിക്കാമോ? വെള്ളം യാഗപീഠത്തിന് ചുറ്റുമൊഴുകി തോട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു ചെന്നു, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. യഹോവേ എനിക്ക് ഉത്തരം അറിയണമേ. നീ ദൈവം തന്നെ യഹോവേ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അറിയണമേ എന്ന് പറഞ്ഞു. മതി. 31-ഉം 32-ഉം പഠിക്കുന്ന എങ്ങനെയാണ്? യഹോവയായ ദൈവത്തിന്റെ മുൻപിൽ അവൻ വന്നിട്ട്, ആമേൻ സ്തോത്രം, യഹോവയുടെ മുൻപിൽ ആമേൻ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്ത്, ആമേൻ സ്തോത്രം, കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കേ. അപ്പോ 30-ാം വാക്യം പറയുന്നു, ഇടിഞ്ഞു കിടന്ന യാഗപീഠങ്ങൾ എന്ത് ചെയ്തു? അവൻ പണിതു. അപ്പോ ആമേൻ 32, 31, 32, 33 പറയുന്നു, അവൻ പിന്നെ കാളയെ കണ്ണമാക്കി യാഗപീഠത്തിൽ വിറകിന്റെ മീതെ വെച്ചു. ആമേൻ 34 പറയുന്നു, 2-ാം പ്രാവശ്യവും അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഹല്ലേലൂയ. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ ഇന്ന് പകൽക്കാലം പണിയാൻ, ആമേൻ, ഒരു പുതിയ തീരുമാനത്തോടെ വാത്സല്യ കുടുംബങ്ങൾ അടുത്തു വരണം. ആമേൻ. 25-ന്റെ 3-ാമത്തെ മാസം കഴിയും മുൻപ് ദൈവം ചില നീർച്ചാലുകളെ തമ്പുരാൻ തന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുകയാ. വീണ സിസ്റ്ററെ പ്രാർത്ഥിച്ചോ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടുന്നുണ്ട്. ആമേൻ. ദൈവാത്മാവിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കണ്ണീരോട് ഇരിക്കുക. കഴിഞ്ഞ നാളുകളിൽ ചെയ്തതിനേക്കാളും അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ആ കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇടിഞ്ഞു കിടക്കുന്നത് പണിയാൻ അവർ തയ്യാറായി. ഹല്ലേലൂയ. അപ്പൊ ഇടിഞ്ഞു കിടക്കുന്നത് പണിയാൻ അവർ തയ്യാറായപ്പോൾ, ഹല്ലേലൂയ, ഇവിടെ സദൃശ്യ അധ്യായങ്ങൾ പറയുന്നു. ആമേ 18-ന്റെ 10 പറയുന്നത്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്, അതിലേക്ക് ഓടി കയറിയിരിക്കുക. വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 10:14. ഇയ്യോബ് 10:14 വരുമ്പോ അവിടെ ഒരു ദൂത് വളരെ വ്യക്തമായിട്ട്, ഇയ്യോബ് 10:14. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്, ഞാൻ പ്രൈസ് ദി ലോർഡ്. പാപം കണ്ടുവെക്കുന്നു, എന്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല. സ്തോത്രം. അവിടെ വളരെ വ്യക്തമായിട്ട് യോബ് ദൈവത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പറയാം. കാരണം എല്ലാം തീർന്നു, സകലതും തീർന്നു, ഇനി നീ അല്ലാതെ മറ്റാരുമില്ല. മക്കളും തീർന്നു, ആടുമാടും തീർന്നു, കൂടെ ഉണ്ടായിരുന്നവരും തീർന്നു, എല്ലാവരും തള്ളിക്കളഞ്ഞു. പറയാ, നീ ഒരിക്കലും ആമേൻ അകർത്തെ കണക്കിടാതെ വിടുന്ന ദൈവം അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നീ എനിക്ക് എല്ലാം തന്നു, നീ അതുപോലെ തിരിച്ചെടുത്തു. ഞാൻ ദോഷമായി ഒന്നും ഞാൻ പറയുന്നില്ല ദൈവമേ, നീ എന്നെ എല്ലാം അറിയുന്ന ദൈവമാണ്. അവിടെയും യോബ് ഓടി ഒളിച്ചത് എവിടെയെന്ന് അറിയാമോ? തന്റെ ബലമുള്ള ഗോപുരത്തിലേക്ക് യോബ് ഓടി ഒളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ബലമുള്ള ഗോപുരത്തിലേക്ക് ഓടി ഒളിക്കുമ്പോൾ നഹൂം പ്രവാചകന്റെ പുസ്തകം 1:3 എഴുതി വെച്ചോട്ടോ. നഹൂം 1:3, ആവർത്തനം 5:9, സങ്കീർത്തനം 14:6, സങ്കീർത്തനം 103:22, പുറപ്പാട് 34:7. ഒന്ന് വായിക്കാമോ? പുറപ്പാട് 34:7 ഒന്ന് വായിക്കാമോ? ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് 34:7 ഒന്ന് വായിക്കാമോ? 34:7 സ്തോത്രം. ആയിരത്തിന് ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. കണ്ടോ? ഉറപ്പിച്ച് ആമേ ജനത്തിന് കൊടുക്കുന്ന, ജനത്തിന്റെ മുൻപാകെ നിർത്തി ജനം ദൈവത്തിന്റെ മുൻപിൽ നിന്ന് പിറുപിറുത്ത് മാറുമ്പോ മോശ പറയുക, ഇല്ല, ദൈവം വിടത്തില്ല, ഈ ദിവസങ്ങളിൽ ദൈവം വിടത്തില്ല എന്ന് ജനത്തോട് പറഞ്ഞു കൊടുത്ത് അവരെ ആമേ സ്തോത്രം മുമ്പിലോട്ട് കൊണ്ടുവരികയാ. സ്തോത്രം. എന്നാ നോക്കൂ, അതിന്റെ 5-ാം വാക്യം, അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. ദൈവം ഇറങ്ങി വരികയാ മേഘത്തിൽ. സ്തോത്രം. ഇതിനകത്തിന് കുടുംബത്തിൽ ദൈവം പറയാ, ഇറങ്ങി ദൈവം വന്ന് നിൽക്കുക. ഇതിനകത്ത് ചില കുടുംബത്തിനകത്ത് ദൈവം വന്ന് നിൽക്കുക കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. കുടുംബത്തിനകത്ത് ദൈവം വന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. വായിക്കാതെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33:24 ആമേ ഒരാളിന് വായിക്ക്. അടുത്ത് മത്തായി സുവിശേഷം 9:2 ഒരാൾ വായിക്ക്. അടുത്ത് മാർക്കോസ് 2:5 ഒരാൾ വായിക്ക്. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്നാവട്ടെ. ആമേൻ. 34:24 ആമേൻ. യെശയ്യാവ് 34:24 ഇല്ല. ആമേൻ. യെശയ്യാവ് 33:24 ആമേൻ. 33:24. എനിക്ക് ദീനം എന്ന് യാതൊരു നിവാസ്യം പറയുകയില്ല, അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും. മതി. ലാസ്റ്റ് വാക്യത്തിലേക്ക് കൊണ്ടുവന്നപ്പോ യെശയ്യാവിന് കൊടുത്ത മറുപടി. ആമേൻ. മുമ്പിലോട്ടുള്ള 23 വാക്യത്തിലും ആമേൻ യെശയ്യാവിനോട് ദൈവം ഓരോ ഘട്ടത്തിലും സംസാരിക്കുക. അതിന് 22-ാമത്തെ വാക്യം പറയണോ? യഹോവ ആമേൻ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ആമേൻ നിത്യ ആമേൻ നേതാവായ ഒരു ദൈവമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുകയാണ്, എനിക്ക് ദീനമെന്നും ഏതൊരു ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ വ്യക്തി ആമേൻ പറഞ്ഞാലും, ഏത് വ്യക്തി ആമേൻ രോഗമെന്നോ ഭാരമെന്നോ വേദനയെന്നോ ആമേൻ സ്തോത്രം പ്രൈസ് പറഞ്ഞാലും ആമേൻ മോശയ്ക്ക് പറയാൻ കഴിയും, എൻ്റെ കർത്താവ് എന്നെ മോചിക്കപ്പെടുത്തുന്നവനാണ്, എന്നെ അതിൽ നിന്ന് വിടുവിക്കപ്പെടുന്നവനാണ്, എന്നെ അവിടുന്ന് പുറത്തെടുക്കുന്നവനാണ്. ആമേൻ. ലോകം പറയട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും പറയട്ടെ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ മോശയോട് പറയാ, ഇല്ല, ഞാൻ നിന്നെ പുറത്തെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പുറത്തെടുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മെ പുറത്തെടുക്കുമെന്നേ കർത്താവ്. ആമേൻ. നമ്മെ കർത്താവ് പുറത്തെടുക്കും ഉറപ്പായിട്ടും. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞിനോട് ദൈവം പറയുന്നു, നിങ്ങളെ പുറത്തെടുക്കും. എന്ന് ഹോസ്പിറ്റലാ പാസ്റ്റേ, എന്ന് ഹോസ്പിറ്റലാ. ആമേ. ഭർത്താവിന് മാറിയാ കുഞ്ഞിന് മാറിയാ ഭാര്യയ്ക്ക് മാറിയാ മോക്ക്. ഒരു ബഹളം. അതെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ അപ്പന്, അത് മാറിയാ പിന്നെ അമ്മയ്ക്ക്. ചുമ്മാ നിൽക്കുമ്പോൾ തറയെഴുത് കൈ ഒടിയുക, ചുമ്മാ നടന്നു പോകുമ്പോ പിന്നെ കുഴഞ്ഞു വീഴുകയാ. എന്തെന്നറിയത്തില്ല. വേറെ ഒന്നുമില്ല, മേഘത്തിന് കീഴിലല്ല,
മേഘത്തിന്റെ മറവിനകത്ത് കൂടാരത്തിനകത്ത് കയറ്. ദൈവം നിന്നെ മറുകര എത്തിക്കുമെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ മറുകര എത്തിക്കും. ഇന്ന് പകൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? നിന്നെ ആമേൻ പ്രൈസ് ദി ലോർഡ് നടത്തിയ ദൈവത്തിന് ആമേൻ കർത്താവിലും മഹത്വം കൊടുത്താട്ടെ. ഇന്ന് പുലർച്ചെ കൊക്കയിലേക്ക് ഒരു ട്രാൻസ്പോർട്ട് ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞു. തക്ഷണം 2-3 പേര് മരിച്ചു എന്ന് പറയുന്നു. 36 പേര് സഞ്ചരിച്ച ബസ് വളരെ പ്രതീക്ഷയോടും ചോറും കെട്ടി വെള്ളവും കൊണ്ട് ജോലിക്ക് പോകുന്ന ഒത്തിരി പേര് ആ ബസ്സിനകത്ത് കാണും. ഞാൻ ചിന്തിക്കുന്നു സ്തോത്രം. പക്ഷേ അപകടത്തിൽപ്പെട്ടു. പ്രാർത്ഥിക്കാം, അതിനകത്ത് ഒന്നുപോലും ദോഷമില്ലാതെ പുറത്തു വരാൻ പ്രാർത്ഥിക്കാമെന്ന്. ദൈവത്തിന് പകൽക്കാലം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന്. സ്തോത്രം. അത്ഭുതങ്ങളല്ലേ ദൈവം നമുക്ക് ചെയ്യുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിശയമല്ലേ ദൈവം നമുക്ക് ചെയ്യുന്നത്? മിറക്കിളല്ലേ ചെയ്യുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വാക്യത്തിലേക്ക് വരാം. മത്തായി 9:2 അടുത്തൊരു വായിക്കാമോ? മത്തായി 9:2. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ ധൈര്യമായിരിക്ക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, നമുക്ക് മാർക്കോസിൽ നോക്കുമ്പോഴും ഇതുപോലെ തന്നെ ഇവിടെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയാ. പക്ഷപാതക്കാരന് വിശ്വാസമില്ല. ചുവന്നോണ്ട് വർണ്ണയുടെ വിശ്വാസം കണ്ടപ്പോ കർത്താവ് എണീറ്റു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആമേൻ വരുന്ന ആൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും കൊണ്ടുവരുന്ന ആളുടെ വിശ്വാസം ഏറ്റവും ബെറ്ററാ. ആമേൻ, ഹല്ലേലൂയ. വഴിയിൽ അർത്ഥപ്രാണനായി മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, ആരുമില്ലാതെ വഴിയരി ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ മാംസപിണ്ഡമായി കിടക്കുന്നു. ശരീരമാസനം അടിച്ച് മുറിവേൽപ്പിച്ച് വഴിയിൽ ആരും എടുത്തിട്ടിട്ട് പോയി. പക്ഷേ പലരും നടന്നു വന്നു, ആരും മൈൻഡ് ചെയ്തില്ല. എന്നാൽ നല്ല ഒരുത്തം വരുന്നുണ്ട്. നിന്നെ ആരും മൈൻഡ് ചെയ്തില്ലെങ്കിലും ഒരുത്തൻ നിന്റെ കുടുംബത്തിൽ കാൽനടയായി ചവിട്ടി കയറുകയാ. ഹല്ലേലൂയ. ചവിട്ടി തിരമാലകളെ ചവിട്ടി മെതിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തിൽ ഒരുത്തൻ 2025 നടന്നു വന്ന് കയറുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റും? ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, ഇന്ന് പകൽ കാൽനടയായി ഒരുത്തൻ നിന്റെ ഭവനത്തിലേക്ക് വരുന്നു. അവനെ ഇന്ന് പകൽക്കാലം, അവന്റെ പേരാണ് യേശു. അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതനക്കാരനോട്, മകനെ ധൈര്യമായിരിക്കുക. എന്തൊരു വാക്കല്ലേ! ഞാൻ പറയട്ടെ, യേശു നമ്മോട് പറയാ, ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കെ, ഞാൻ നിന്റെ കൂടെ ഇല്ലേ. അടുത്ത് പറഞ്ഞ വാക്ക്, കരയണ്ട, കണ്ണീര് തുടക്കി. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞ, സ്ത്രീയെ നിന്നെ ആരും കുറ്റം വിധിക്കില്ല, നീ പൊയ്ക്കോ. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വാക്ക്, നീ മേലാൽ പാപം ചെയ്യരുത്. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത് മാതാവിനോട് പറയുക, കുഞ്ഞ് ഉറങ്ങുകയാ. ഹല്ലേലൂയ, കണ്ണീര് തുടക്കി. ആമേൻ. ബെഥാനിയിൽ പോയിട്ട് പറയുക, നീ വിശ്വസിക്ക്, എങ്കിൽ നീ ദൈവമഹത്വം കാണും. അല്ലേ, അത്ഭുതങ്ങളുടെ ദൈവം. ഇതായിരിക്കണം വിശ്വാസ ജീവിതത്തിൽ. തീർന്നു പാസ്റ്റർ എന്ന് പറയുമ്പോൾ പറയണം, അടുത്ത കർത്തദാസിയെ ബലപ്പെടും, ദൈവം കൂടെ ഉണ്ട്. ആ ധൈര്യം കൊടുത്തേ. കർത്താവ് കൂടെ ഉണ്ടെന്ന് പറ. അല്ല ഞാൻ കൂടെ ഉണ്ടെന്നല്ല, കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. നിന്റെ കുടുംബത്തിൽ കർത്താവ് നടന്നു കയറുകയാ. ഞാൻ കാണുന്നു, ഞാൻ അനുഭവിക്കുന്നു, ആ കാലൊച്ച ഞാൻ കേൾക്കുന്നു. നിന്റെ കുടുംബത്തിൽ കർത്താവ് കടന്നു വരികയാ. അവർ ബലപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എല്ലാം തകർന്ന് തരിപ്പണമായി ഒരു സമയത്ത്. ഹല്ലേലൂയ, എല്ലാം തകർന്നു, എല്ലാവരും കൈവിട്ടു. സ്വന്തം മാതാവ് വരെ തള്ളിപ്പറഞ്ഞു, മാറ്റി നിർത്തി. എനിക്കെതിരെ കേസും വഴക്കുകളും പുറപ്പെടുവിച്ചപ്പോഴും ഞാനൊരു ഹോട്ടലിൽ മുറിയെടുത്തിട്ട് മരിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാ. അവിടെ ചെന്നപ്പോൾ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിൾ ഇരിക്കുക. ഒന്ന് വായിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് പറയുന്നറിയോ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. എണീറ്റ് പോടാ, എണീറ്റ് പോ. നീ മരിക്കേണ്ടവനല്ല, നിന്റെ മേൽ പകർന്ന അധികാരം വലുതാ. പെറ്റ തള്ള 23 കേസ് ഒരു മോന്റെ മേൽ കൊടുത്താലേ എല്ലാവരും ഈ കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് ഉലകം മുഴുവനും മാറ്റി നിർത്തി കൈയടിച്ചപ്പോഴും, ഉലകം മുഴുവനും മാറ്റി നിർത്തി പരിഹസിച്ചപ്പോഴും, ഹല്ലേലൂയ, ചേർത്ത് പിടിക്കാനുള്ളവർ ആമേൻ സ്തോത്രം അടിച്ചു മുറിവേൽപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, കർത്താവേ നീ എന്നെ ഏൽപ്പിച്ചില്ലേ, മതി,
ഇത്രയും മതി. 3 വർഷമല്ലേ ആയുള്ളൂ, മതി. ഇറങ്ങിയിട്ട് 3 വർഷമായപ്പോഴാ ഇപ്പൊ 27 വർഷമായി. എനിക്ക് പറയാൻ കഴിയും, അന്ന് പ്രൈസ് ദി ലോർഡ് തമ്പുരാൻ എന്നോട് സംസാരിക്കാതിരുന്നെങ്കിൽ, അന്ന് ആ ബൈബിളിൽ കൂടെ എന്നോട് സംസാരിക്കാതിരുന്നുവെങ്കിൽ, എണീറ്റ് പോ, നിന്റെ മേൽ പകർന്ന ശക്തി അടുത്തവന്റെ മേൽ ഞാൻ പകർന്നിട്ടില്ല. നിനക്ക് ശക്തി എന്ന് പറയുമ്പോൾ പാമ്പുകളുടെ മേൽ, തേളുകളുടെ മേൽ, തേള് പിന്നെ ഇന്ന് കുത്തും, അവന്റെ മേലുള്ള അധികാരം തീർന്നില്ല. ശത്രുവിന്റെ സകലത്തിന് മേലുള്ള അധികാരം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, എണീറ്റ് പോ. ഇതേ സ്വരം ഞാൻ പിന്നെ ബൈബിൾ കോളേജിലൊക്കെ പോയ ശേഷം കേട്ടൊരു സ്വരമാണ്. ഏലിയാവ് മരിക്കാൻ ഗുഹയ്ക്കകത്തിരുന്നു. ആമേൻ, ആമേൻ. അടുത്ത് കേൾക്കുന്ന ദൂത് കേട്ടല്ലോ, മരിക്കാനിരിക്കുക. അവന്റെ മറുപടി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എല്ലാവരും ചത്തു, ഞാൻ മാത്രം ശേഷിച്ചു. ദൈവം പറഞ്ഞു, എടാ പോട്ടാ, നീ ഒറ്റയ്ക്കാ, ഇങ്ങോട്ട് വാ, എണീക്ക്, എണീക്ക്, നിനക്ക് പകരമായി 7000 എണ്ണത്തെ. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഒരു സ്പോൺസർ നിൽക്കുമ്പോ അടുത്ത് 7000 എണ്ണത്തെ മരിച്ചവരെ ഉയർപ്പിക്കത്തക്ക തലത്തിലുള്ള 7000 പ്രവാചകന്മാരെ നിനക്ക് വേണ്ടി ഞാൻ ഗുഹയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ചെലവും കൊടുത്ത്. ആമേൻ. എന്റെ ദൈവം സർവശക്തനാ. ഞാൻ ആത്മാവിൽ നിറയുന്നു. നിനക്കും എനിക്കും വേണ്ടി ചെലവ് കൊടുത്ത് ഒരുത്തൻ 7000 കരുതിയെങ്കിൽ എന്റെ കർത്താവിന് എനിക്ക് പറയാൻ കഴിയും, എനിക്ക് വേണ്ടി കരുതുവാൻ സ്വർഗം സർവശക്തൻ. പെറ്റ ഉദരം മാറുമ്പോൾ, ജന്മം തരുന്നവർ മാറി നിൽക്കുമ്പോൾ, നീ തിന്നോ കുടിച്ചോ വസ്ത്രം ഉണ്ടോ, സ്തോത്രം സുഖമാണോ എന്ന് ചോദിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയും, ചേർത്ത് പിടിച്ച് കണ്ണീരുടച്ച ഒരുത്തനേ ഉള്ളൂ ഈ ഭൂപരത്തില്, എന്റെ കർത്താവ് മാത്രമാണ്. നിന്റെ എന്റെയും മരണം കാണാൻ കൊതിച്ചിരിക്കുന്നവർ മാറി നിൽക്കുമ്പോൾ എനിക്ക് നിറകണ്ണുകളോടെ പറയാൻ കഴിയും, എന്റെ കർത്താവ് ചെയ്താൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ അത്ഭുതങ്ങളെ ചെയ്ത ദൈവമാണെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? അതുകൊണ്ടായി